റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന വചനമാണ്, പ്രഖ്യാപനമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും അവന് ഏകനാണ് എന്നും ലാ ശരീക ലഹു അവന് യാതൊരു പങ്കുകാരുമില്ല എന്നുമാണല്ലോ ആ വചനത്തിൻ്റെ ആശയം. നബി തങ്ങൾ തൻ്റെ ഒന്നാമത്തെ ദൗത്യമായും പ്രധാന ദൗത്യമായും ഏറ്റെടുത്തത് ഈ തൗഹീദിൻ്റെ പ്രചാരം തന്നെയാണ്. അത് ബോധ്യപ്പെട്ട് വിശ്വസിച്ച് കൂടെ കൂടിയ സ്വഹാബിമാർ ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും ആ തൗഹീദ് കാത്തുസൂക്ഷിക്കുകയും അതിന് വിഘാതം വരുന്ന ഒന്നുപോലും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തു. വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ഇടപാടുകളിൽ, ചിന്തകളിൽ പോലും തൗഹീദിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും വരാതിരിക്കാൻ പ്രത്യേകമായി അവർ ശ്രദ്ധിച്ചു. എവിടെയെല്ലാം അതിൽ പോരായ്മകൾ സംഭവിക്കുന്നു അവിടെയെല്ലാം കണിശമായി ഇടപെടുകയും തിരുത്തുകയും അത് ശരിയല്ല എന്ന് അവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും സ്വഹാബത്ത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. നൂല് മന്ത്രിച്ച് കെട്ടിയ ഭാര്യയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക് കാണാം, അൻതും ആലു അബ്ദില്ലാ ല അഗ്നിയാഉ അനിശ്ശിർക്ക്. നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബമാണ്, ഈ കുടുംബത്തിന് ശിർക്ക് ആവശ്യമില്ല. ഒരു പ്രയാസം വന്നപ്പോൾ ആരോ മന്ത്രിച്ചു കൊടുത്ത നൂല്, ആ നൂല് ശരീരത്തിൽ കെട്ടിയതിനാണ് സ്വഹാബി വര്യൻ അത്ര ഗൗരവമായി പ്രതികരിച്ചത്. എൻ്റെ കുടുംബത്തിന് ശിർക്ക് വേണ്ട, ഇത് ശിർക്കിൻ്റെ നൂലാണ്, ഇത് തൗഹീദിന് വിരുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ്, അതുകൊണ്ട് അത്തരം നൂല് ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ കുടുംബനാഥനായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അല്ലാത്തവരെ സത്യം ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് പഠിപ്പിച്ച കഅബയാണ് സത്യമെന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. ലാ വറബ്ബൽ കഅബ, കഅബയാണ് സത്യമെന്നല്ല, കഅബയുടെ റബ്ബാണ് സത്യമെന്ന് പറയണമെന്ന് തിരുത്തി കൊടുത്ത ആ മാതൃകയാണ് സ്വഹാബത്ത് സ്വീകരിച്ചു പോകുന്നത്. മാഷാ അല്ലാഹു വശഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും അല്ലാഹു ഉദ്ദേശിച്ചാൽ അതാണ് നടക്കുക എന്ന് പറയുമ്പോൾ അജഅൽതനി ലില്ലാഹി നിദ്ദ, റഹ്മാനായ റബ്ബിന് നീ എന്നെ തുല്യനാക്കുകയാണോ, എന്നെ പങ്കു ചേർക്കുകയാണോ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിച്ചത് കണ്ടും കേട്ടും പഠിച്ചു പോകുന്നവരാണ് ആ സ്വഹാബിമാർ. സമാനമായി വിശ്വാസരംഗത്ത് വൈകല്യം വന്നേക്കാവുന്ന ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലകളിൽ മുഴുവനും കൃത്യമായി ഇടപെടുകയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ കാവൽക്കാരായി ആ സ്വഹാബത്ത് നിലകൊള്ളുകയും ചെയ്തു. വിശ്വാസരംഗത്ത് എവിടെയെല്ലാം വ്യതിയാനങ്ങൾ കടന്നു വരുന്നുവോ, എവിടെയെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം കണിശമായി ഇടപെടുകയും അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്തതായി സ്വഹാബത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണ് വിശ്വാസരംഗത്ത് വ്യതിയാനവുമായി കടന്നു വന്ന ഖദരിയാക്കൾ എന്ന സംഘം ഉടലെടുത്തത്. അള്ളാഹുവിൻ്റെ ഖദർ നിഷേധിക്കുന്നവർ, അതിനെ വിട്ടവർ, അങ്ങനെ ഖദറൊന്നുമില്ല, അള്ളാഹുത്തിലൊന്നും തീരുമാനിക്കുന്ന ഒന്നുമില്ല എന്ന വിശ്വാസവുമായി ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെയുള്ള സ്വഹാബിമാർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഖദർ നിഷേധിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊള്ളുക, ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല. നിങ്ങളൊരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി,
ഖദർ വിശ്വസിക്കാത്ത കാലത്തോളം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പോലും പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ആണിക്കല്ലായ ഖദർ വിശ്വാസം റഹ്മാനായ റബ്ബിന്റെ ഖദർ പ്രകാരമാണ്, തീരുമാനപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന ആ വിശ്വാസത്തിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഉടലെടുക്കുന്ന ആ ഒരു ശ്രമം ഉണ്ടായപ്പോഴേക്ക് അതിശക്തമായ ഭാഷയിലാണ് സ്വഹാബത്ത് നേരിട്ടത്. ആ നിലയ്ക്ക് അവർ തൗഹീദിനെ കാവൽക്കാരായി നിലകൊള്ളുകയും ആ തൗഹീദ് അടുത്ത തലമുറക്ക് താബികൾക്ക് അവർ കൈമാറി കൊടുക്കുകയും ചെയ്തു. ഒരൊറ്റ സ്വഹാബിയും ഒരൊറ്റ താബിഈയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ റബ്ബല്ലാത്തവരിലേക്ക് അവർ തങ്ങളുടെ പ്രാർത്ഥനകളുമായി കടന്നുപോയിട്ടില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരു രക്ഷക്കായി, അവലംബത്തിനായി റബ്ബല്ലാത്ത ഒരാളിലേക്ക് എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും ഒരു മഹാനിലേക്ക് അവർ തങ്ങളുടെ പ്രാർത്ഥനാ കരങ്ങൾ ഉയർത്തിയിട്ടില്ല, സഹായാർത്ഥങ്ങൾ നിർവഹിച്ചിട്ടില്ല. നേരെ മറിച്ച് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്കല്ല മതി, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അവരെല്ലാം നിർവഹിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് അനുഭവിക്കേണ്ടി വന്നു. വ്യത്യസ്തമായ പരീക്ഷകളുണ്ടായി, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, കടബാധ്യതയുണ്ടായി, വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചു. അവിടെയൊന്നും പടച്ച റബ്ബല്ലാത്തവരിലേക്ക്, ഒരു പടപ്പിലേക്ക്, ഒരു വലിയിലേക്ക്, ഒരു മഹാനിലേക്ക്, ഒരു ഖബറിങ്ങിലേക്ക് അവരാരും തങ്ങളുടെ ആശയുമായി കടന്നു ചെന്നിട്ടില്ല. നേരെ മറിച്ച് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത്തരം ശ്രമങ്ങൾ എവിടെയെങ്കിലും ഉടലെടുത്താൽ അതിനെതിരെ ശക്തമായി ഇടപെടാൻ കൂടി സ്വഹാബത്തും താബിഈങ്ങളും സജ്ജമായി ഉണ്ടായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാം ഖലീഫയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടായി. അവിടെയെല്ലാം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിക സാമ്രാജ്യത്വത്തിൻ്റെ വിസ്തൃതി വ്യാപകമാവുകയും ഇറാഖും ഇറാനും അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം ഇസ്ലാമികമായ ലോകത്തേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജുൽ അസദിയെ പറഞ്ഞയച്ചുകൊണ്ട് ഒരു ദൗത്യമേൽപ്പിച്ചു. ആ ദൗത്യത്തിൽ 2 കാര്യമാണ്. അതിലൊന്ന് വലാ ഖബറൻ മുസ്ലിഫ ഇല്ലാ സവ്വൈത, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഖബറുകളുണ്ടോ അതെല്ലാം തട്ടി നിരപ്പാക്കണമെന്ന് പറഞ്ഞ് 4ാം ഖലീഫ പറഞ്ഞയക്കുന്നു അബുൽ ഹയ്യാജുൽ അസദിയെ. കാരണം ഇസ്ലാമിൽ ഉയർത്തപ്പെട്ട ഖബറുകൾ ഇല്ലെങ്കിലും അഹ്ലു കിതാബ്, യഹൂദികൾ, നസ്വാറാക്കൾ അവരൊക്കെ ഖബറുകളെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. പേർഷ്യയിലെ മജൂസികൾ അഗ്നിയെ, തീയിനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. പലതിനെയും ആരാധിക്കുന്ന ആളുകളായിരുന്നു. ആ പ്രദേശങ്ങളൊക്കെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു വന്ന് നാടൊന്നാകെ ഇസ്ലാമിക രാജ്യമായി മാറുമ്പോഴാണ് ഖലീഫയുടെ ഈ പ്രഖ്യാപനം. അവിടെ എവിടെയെങ്കിലും ഉയർന്നു നിൽക്കുന്ന വല്ല ഖബറുമുണ്ടെങ്കിൽ അതെല്ലാം തട്ടിനിരപ്പാക്കി കളയണമെന്ന ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അബുൽ ഹയ്യാജിനെ പറഞ്ഞയച്ചത്. ഒരൊറ്റ സ്വഹാബിയും മറ്റേ താബിഈയും റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്നർത്ഥം. പ്രാർത്ഥനകളുമായി, സഹായാർത്ഥനകളുമായി, രക്ഷയ്ക്കുള്ള അർത്ഥനയുമായി ഒരു സ്വഹാബിയോ താബിഈയോ പടച്ച റബ്ബിലേക്ക് അല്ലാതെ ഒരു പടപ്പിലേക്ക് പോലും തിരിഞ്ഞിട്ടില്ല. ഒരു അവലംബം അവർക്ക് അല്ലാഹു അല്ലാതെ ആയി മാറിയിട്ടില്ല. ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും അവർ പ്രഖ്യാപിച്ചത് ഹസ്ബിയല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ പടച്ച റബ്ബാണ്, തവക്കൽതു അലല്ലാഹ്, എല്ലാം ഇതാ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം, ഇതാണ് താബിഈങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അന്ന് ഉയർത്തപ്പെട്ട ഖബറുണ്ടായില്ല. അന്നവർക്ക് സത്യം ചെയ്യാനുള്ള ഇടങ്ങൾ വരെ ഉണ്ടായില്ല. നേർച്ചപ്പെട്ടികളോ അതിനുള്ള പ്രത്യേകമായ ഇടങ്ങളോ അവർ സ്ഥാപിച്ചില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഇതാ ഇവിടെ വന്നാൽ മതി എന്നും പറഞ്ഞവരെ കൊണ്ട് അവരാരും രംഗത്ത് വന്നിട്ടില്ല. അന്നൊരു കുത്തുബുസ്സമാനോ ഗൗസുൽ കുത്തുബുൽ അഖ്താബോ ആ തരത്തിലുള്ള പേരുകൾ പോലുമോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം റഹ്മാനായ റബ്ബാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു,
വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നു. നിന്നോട് മാത്രമാണ് പ്രാർത്ഥന, നിന്നോട് മാത്രമാണ് സഹായാർത്ഥന, നിനക്ക് മാത്രമാണ് ഇബാദത്ത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ ആരാധനാമുറകൾ മുഴുവനും, എൻ്റെ ജീവിതവും എൻ്റെ മരണവും പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആലാക്ക് മാത്രമാകുന്നുവെന്ന് പ്രഖ്യാപിച്ചവരും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തവരാകുന്നവരൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ റഹ്മാനായ റബ്ബിന് എല്ലാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലിയാണ് അവർ എഴുന്നേറ്റത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു, ആ റബ്ബിനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല എന്ന തൗഹീദിന്റെ വിളംബരം കേവലം ദിക്റായി മാറുകയല്ല, അത് നിലപാടായി, പ്രഖ്യാപനമായി, വിശ്വാസമായി സ്വീകരിച്ചവരാ സ്വഹാബത്ത്. അവിടുന്ന് ഓരോ രംഗത്തും അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തി കടന്നുറങ്ങാൻ പോകുമ്പോഴും അവസാനമായി ചൊല്ലിയ ദിക്റിലും ആ തൗഹീദിന്റെ പ്രഖ്യാപനമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുവേ, എൻ്റെ ശരീരമിതാ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ മുഖമിതാ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചു. രാവിലെ ഞാൻ എഴുന്നേൽക്കണോ വേണ്ടയോ നീയാണ് തീരുമാനിക്കുക. ഞാൻ നാളെ കടയിൽ പോകണോ, ഓഫീസിൽ പോകണോ, അതോ പോകേണ്ടതില്ലയോ, റബ്ബേ നീയാണ് തീരുമാനിക്കുക. എൻ്റെ മുഴുവൻ കാര്യങ്ങളെയും തീരുമാനം ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉഹു, റബ്ബേ നിന്റെ നാമത്തിലാ എൻ്റെ ശരീരം ഞാൻ വെച്ചിരിക്കുന്നു റബ്ബേ, എൻ്റെ പാർശ്വം വെച്ചിരിക്കുന്നു റബ്ബേ, നിന്റെ നാമത്തിൽ തന്നെ ഞാൻ ഉയർത്തുകയും ചെയ്യും. ഈ ഉറക്കിലെങ്ങാനും നീ എന്നെ പിടികൂടുന്നുവെങ്കിൽ ഫർഹംഹ, നീ റഹ്മത്ത് ചൊരിയണേ, കാരുണ്യം നൽകണേ. വൈൻ അർസൽതഹ ഫഹ്ഫൽഹ, നേരം പുലരുമ്പോൾ വീണ്ടും എഴുന്നേൽക്കാനായി നീ എന്നെ വീണ്ടും അയച്ചു തരുന്നുവെങ്കിലോ നിന്റെ കാവൽ നൽകണേ. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും റഹ്മാനായ റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് ആ റബ്ബുമായി മനസ്സു ബന്ധപ്പെട്ട് തൻ്റെ ആശ്രയം മുഴുവനും തൻ്റെ അവലംബം മുഴുവനും പടച്ച റബ്ബാണ് എന്ന് നാവ് കൊണ്ട് പറയുക മാത്രമല്ല, അത് ജീവിതം കൊണ്ട് കൃത്യമായി പാലിക്കാൻ ശ്രമിച്ച ഒന്നാമത്തെ തലമുറ, രണ്ടാമത്തെ തലമുറ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി തങ്ങൾ പറഞ്ഞ തലമുറകൾ. ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, ശേഷം അടുത്ത തലമുറയാണ്, ശേഷം അടുത്ത തലമുറയാണ് എന്ന് മൂന്ന് തലമുറകളെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു അതിനുശേഷം ചില വ്യതിയാനങ്ങളൊക്കെ വരാനുണ്ട്. ഒരിക്കൽ നിലാവുള്ള രാത്രിയിൽ ധാരാളം നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കി നബി തങ്ങൾ പറഞ്ഞു ഒരു വചനമുണ്ട്, ഹദീസുണ്ട്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശം മുഴുവനും നക്ഷത്രം കൊണ്ട് നിബിഡമായി നിൽക്കുന്ന രാത്രിയിൽ നബിയും സഹാബത്തും ഒന്നിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ ആകാശങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ ആകാശത്തിന് ഒരു സുരക്ഷയാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, നക്ഷത്രങ്ങൾ നാശമായാൽ അതോടുകൂടി ആകാശത്തിന് എന്ത് നാശമായി? നക്ഷത്രം തകർന്നു വീണാൽ അതോടെ ആകാശം തകർന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണല്ലോ ഫൈദൻ നുജൂമുൻ കദറത് തുടങ്ങിയ പ്രയോഗങ്ങൾ. നക്ഷത്രങ്ങൾ തകരും, മുതിർന്നു വീഴുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വഅന അമനത്തുൽ അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിന് ഒരു സുരക്ഷയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബത്തിന് ചില ഫിത്നകളൊക്കെ വരാനുണ്ട്, ചില പരീക്ഷകൾ വരാനുണ്ട്. മാത്രവുമല്ല വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മതി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. എൻ്റെ സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിന്
വാഗ്ദാനം ചെയ്യപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് സംഭവിച്ചു. നബി തങ്ങളുടെ വഫാത്തോടു കൂടി ചില ഫിത്നകൾ വന്നു. സ്വഹാബത്ത് അത് തടുത്തു നിർത്തി സുരക്ഷയായി നിന്നു. നബി തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് ഷിയാക്കൾ രംഗത്ത് വന്നത്, ഖവാരിജുകൾ രംഗത്ത് വന്നത്, ഖദരിയത്തുണ്ടായത്. അതൊക്കെ ഉണ്ടായി വന്നപ്പോൾ അവിടെ പ്രൊട്ടക്ഷനായി, കാവൽക്കാരായി സ്വഹാബിമാർ നിലകൊണ്ടു. സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഫിത്നയും ഫസാദും ഒന്നുകൂടെ വർദ്ധിച്ചു. ഷിയായിസം വ്യാപകമായി, ഖവാരിജത്ത് വ്യാപകമായി, മുഅ്തസിലി ചിന്താഗതി ഉണ്ടായി. പിന്നീട് അതിനുശേഷമുള്ള തലമുറകളിൽ ധാരാളം ഭിന്നിപ്പുകൾ മുസ്ലിം ഉമ്മത്തിൽ വന്നു. ഖദരിയാക്കളും ജഹ്മിയാക്കളും ജബരിയാക്കളും ജൈദിയാക്കളും തസവുഫും ത്വരീഖത്തും തുടങ്ങി വ്യത്യസ്തങ്ങളായ പേരുകളിൽ വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും ആശയങ്ങളും ഈ ഉമ്മത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്ക് തിരികെ കയറ്റാൻ വ്യത്യസ്തമായ പരിശ്രമങ്ങൾ നടന്നു. നബി തങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിച്ചു. എൻ്റെ സ്വഹാബിൻ്റെ കാലം കഴിഞ്ഞാൽ, എൻ്റെ സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിന് താക്കീത് ചെയ്യപ്പെട്ട, വാഗ്ദാനം ചെയ്യപ്പെട്ട ചില ഫിത്നകൾ, ഫസാദുകൾ വരാനുണ്ട് എന്ന നബി തങ്ങളുടെ പ്രവചനം, നബി തങ്ങളുടെ അധ്യാപനം അതേപടി സാക്ഷാത്കൃതമായി പിന്നീട് നമ്മൾ കണ്ടത്. തൗഹീദ് തച്ചു തകർക്കാൻ ആളുണ്ടായി, സുന്നത്തുകൾ കൈയൊഴിയാൻ ആളുണ്ടായി, ബിദ്അത്തുകൾ, ശിർക്കുകൾ, ഖുറാഫാത്തുകൾ ഈ ഉമ്മത്തിലേക്ക് വന്നു. എല്ലാ നിർഭയത്വം നഷ്ടപ്പെട്ടു. പടച്ച റബ്ബിൽ നിന്ന് ആളുകൾ അകറ്റുവാനും പടപ്പുകളിലേക്ക് അവരെ അടുപ്പിക്കുവാനുമുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ലോകത്തുണ്ടായി. അത് ഏറ്റവും വലിയ പങ്ക് വഹിച്ച രണ്ടു ടീം, ഒന്ന് ഷിയാക്കൾ, മറ്റൊന്ന് സൂഫികൾ, ത്വരീഖത്തുകാർ. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇശാ ജമാഅത്തിന് വേണ്ടി തൽക്കാലം നിർത്തിവെക്കുന്നു. 8:14 പള്ളി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് എത്രയും വേഗം തിരിച്ചെത്തിയാൽ ഇതിനെ പൂർത്തീകരണമെന്നോണം കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നിസ്കാരം കഴിഞ്ഞ് അധികം വൈകാതെ വേഗം തിരിച്ചെത്തുകയും നമുക്കത് പൂർത്തീകരിക്കുകയും ചെയ്യാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സൂചിപ്പിച്ചു വന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു അധ്യാപനം അതേപടി യാഥാർത്ഥ്യമായി പുലർന്നു അധികം വൈകാതെ. അതിൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും അധികം പരിക്കുണ്ടാക്കിയ രണ്ട് വിഭാഗങ്ങളാണ് ഷിയാക്കളും അതേപോലെ സൂഫികളും. ഒരു വേള ഷിയാക്കളെക്കാൾ ഏറെ വലിയ പരിക്കുകൾ മുസ്ലിം ഉമ്മത്തിൽ സംഭാവന ചെയ്തവർ സൂഫികളാണ്, ത്വരീഖത്തുകാരാണ് എന്ന് പറയുന്നതാകും ശരി. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽ പോലും പലർക്കും അതിൻ്റെ സ്വാധീനമുണ്ടാവുകയും അഹ്ലുസുന്നയുടെ ആശയം പഠിപ്പിക്കാനെന്ന പേരിൽ രചിക്കപ്പെട്ട കിതാബുകളിൽ പോലും തസവുഫിൻ്റെ, ത്വരീഖത്തിൻ്റെ സ്വാധീനം ചെറുതല്ലാത്ത വിധം കടന്നുകൂടുകയും ചെയ്തുവെന്നത് ആ അപകടത്തിൻ്റെ ആഴമാണ് അറിയിക്കുന്നത്. ഷിയാക്കൾ എന്താണോ മുസ്ലിം ഉമ്മത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് അതേ കാര്യം തന്നെയാണ് തസവുഫിലൂടെ അവരിവിടെ നേടിയെടുത്തത്. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും ധാരാളം പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും തൗഹീദ് അധിഷ്ഠിതമായ ശിർക്കില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത, ദർഗകളില്ലാത്ത, ജാറങ്ങളില്ലാത്ത ഇസ്ലാമിക സാമ്രാജ്യം എന്നത് 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 5ാം ഖലീഫയായി എണ്ണുന്ന ഹസൻ ബിൻ അലിയുടെ കാലഘട്ടത്തിൽ വരെ അത് നിലനിന്നതായി കാണാൻ കഴിയും. അതിനുശേഷമാണ് ഉമവി ഖിലാഫത്ത് അല്ലെങ്കിൽ അമവി ഖിലാഫത്ത് ഉണ്ടായത്. അതിനും ശേഷമാണ് അബ്ബാസി ഖിലാഫത്ത് ഉണ്ടായത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ, അല്ലെങ്കിൽ നബി തങ്ങളുടെ കാലം മുതൽ ഉമവി ഖിലാഫത്ത് അവസാനിക്കുന്നവരെ മുസ്ലിം ഉമ്മത്തിന് തൗഹീദിനെ തകർക്കാൻ ശ്രമങ്ങളുണ്ടായെങ്കിലും ആ ശ്രമങ്ങളൊന്നും ഔദ്യോഗികമായി സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഒരു സ്ഥലത്തും എവിടെയും ഉയർത്തപ്പെട്ടൊരു ഖബറ്
4 ഖലീഫമാരുടെ കാലഘട്ടത്തിലോ അമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലോ എവിടെയും കാണാൻ സാധ്യമല്ല. അന്ന് പുണ്യപുരുഷന്മാരായി മഹത്തുക്കളായി കണക്കാക്കപ്പെടുന്ന ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച നേരുന്ന, അവരോട് സങ്കടം പറയുന്ന ഒരു സാഹചര്യമെന്ന് ഇസ്ലാമിക രാജ്യത്തെവിടെയും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ യഹൂദികൾ ഖബർ കെട്ടുയർത്തി ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, അവിടെ നേർച്ച നേരുന്ന, അവിടെ സത്യം ചെയ്യുന്ന, അവിടെ പള്ളി ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം എന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന അവസാന നിമിഷങ്ങളിൽ പോലും പ്രത്യേകമായി അതേക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ എന്ന പ്രഖ്യാപനത്തിലൂടെ യഹൂദി നസ്വാറാക്കൾക്ക് പടച്ച റബ്ബിന്റെ ശാപമുണ്ടാവാൻ കാരണം അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിനാലാണ് എന്ന നബിതങ്ങളുടെ അധ്യാപനം അവസാന ദിവസങ്ങളിൽ നബിതങ്ങൾ ആവർത്തിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി. നസ്വാറാക്കളെ നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹു ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ ثم صوروا فيه تلك الصور ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. നബിതങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പണ്ട് എത്യോപ്യയിൽ അഭിഷേകം ചെന്നപ്പോൾ അവിടെ കണ്ട ചില ക്രിസ്തീയ ദേവാലയങ്ങളെ പറ്റി നബിയോട് പറഞ്ഞു. നബിതങ്ങൾ രോഗിയായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ അപ്പം നബിതങ്ങൾ പറഞ്ഞു, അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്കൊരു ഒരു ശൈലിയുണ്ട്. അവരൊരാൾ സ്വാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, ആ ഖബറിന് മീതെ അവർ ഒരു ആരാധനാലയം പണിയുന്നു. സുമ്മ സവ്വറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ രൂപങ്ങൾ പ്രതിമ ഉണ്ടാക്കി വെക്കുന്നു. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പടച്ച റബ്ബിന്റെ പക്കൽ ഏറ്റവും ശർറായവർ, ഏറ്റവും ദുഷിച്ചവർ അവരാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങളുടെ തന്റെ വഫാത്തിലേക്ക് അടുക്കും തോറും ഈ വിഷയത്തിലെ താക്കീതുകൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും നബിതങ്ങൾ പറയുമായിരുന്നു. പിന്നീട് അബ്ബാസി ഖിലാഫത്ത് വന്നു. അമവി ഖിലാഫത്ത് കഴിഞ്ഞ് അബ്ബാസി ഖിലാഫത്ത് വന്നു. ഒരു മേഖലയിൽ ഇസ്ലാമിന് ധാരാളമായ വികസനങ്ങൾ ഉണ്ടായ, ധാരാളം മാതൃകകൾ ഉണ്ടായ കാലഘട്ടമാണ് അബ്ബാസി ഖിലാഫത്തെങ്കിലും അബ്ബാസി ഖിലാഫത്തിലെ ചില ഖലീഫമാർ, ചില ഭരണാധികാരികൾ ഇസ്ലാമികമായ അറിവുകളുടെ ചില പോരായ്മകൾ മൂലമോ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ മൂലമോ ചില ദോഷങ്ങൾ, ചില ദൗർബല്യങ്ങൾ സംഭവിക്കുകയും ആ ദൗർബല്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഷിയാക്കൾ ഇസ്ലാമിക സാമൂഹ്യത്തിനിടയിൽ തന്നെ ഒരു ചെറിയ ഒരു സ്വസ്ഥമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും അവിടെ ഇസ്ലാമിന് അന്യമായ തൗഹീദ് വിരുദ്ധമായ ആശയങ്ങളെ നട്ടുപിടിപ്പിക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അതാണ് തശയ്യുഇന്റെ ഔദ്യോഗികമായ രംഗപ്രവേശനം. അലി ബിൻ അബീ ത്വാലിബിന്റെ കാലത്ത് ഷിഅത്തു അലി എന്ന പേരിൽ ആളുകൾ ഉണ്ടായെങ്കിലും അവർക്ക് അധികാരമില്ല, ഭരണമില്ല, അത്തരം സ്വാധീനങ്ങളില്ല. അമവി ഖിലാഫത്തിലും അത്തരം സ്വാധീനമില്ല. അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിലാണ് ചില ഇടങ്ങളിൽ അവർ പ്രത്യേകമായ അധികാരം ചെലുത്തി ഷീഈ രാഷ്ട്രം സ്ഥാപിച്ചു. അതാണ് ഫാത്തിമിയാക്കൾ, ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്നത്. ഇറാഖിലെ ചില പ്രത്യേകിച്ച് പരിമിതമായ ഒരു ഏരിയയിൽ ഫാത്തിമിയ ഭരണം, ഉബൈദിയ ഭരണം, യഥാർത്ഥ റാഫിദിയാക്കളാണവർ. ഷിയാക്കൾ ഏറ്റവും വലിയ തീവ്ര ചിന്താഗതിക്കാരായ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരകരായ റാഫിദിയാക്കൾ ഉബൈദിയ എന്ന പേര്, ഫാത്തിമിയ എന്ന പേര് വ്യാജമായി സ്വീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ഫാത്തിമിയ ഭരണം എന്ന ഭരണം അവിടെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് അവർ തങ്ങളുടെ ഈ വക പണികൾക്ക് നേതൃത്വം കൊടുത്തത്. അത് അഹ്ലുസുന്നയിൽ ചിലരെ സ്വാധീനിച്ചു, അഹ്ലുസുന്നയിലേക്ക് അത് സ്വാധീനമുണ്ടായി. അങ്ങനെയാണ് ഈ ഉമ്മത്തിലേക്ക്, അഹ്ലുസുന്നയിലേക്ക് ഇത്തരം തെറ്റായ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ മെല്ലെ 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 കടന്നു വന്നത്. അവർ പ്രധാനമായും പണിയെടുത്തത് തൗഹീദിനെ തകർക്കാനായിരുന്നു. റഹ്മാനായ റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനോട് മാത്രം നേർച്ച തരുന്ന, റബ്ബിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്ന
മുഴുവൻ ഇബാദാത്തുകളെയും റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കുന്ന മുസ്ലിം ഉമ്മത്തിലേക്ക് മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ആദരവ്, അവരുടെ ബഹുമാനം, കറാമത്ത്, മുഅ്ജിസത്ത്, അഹ്ലുൽ ബൈത്ത് എന്നീ ഇസ്ലാമിൽ മഹത്വമുള്ള അത്തരം സാങ്കേതിക ശബ്ദങ്ങളെ തെറ്റായി ദുരുപയോഗം ചെയ്യുകയും അതിൻ്റെ മറവിൽ ഈ തൗഹീദ് വിരുദ്ധമായ ശിർക്കൻ ആശയങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഷിയാക്കളായി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 വാദങ്ങൾ, ഒന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് ളാഹിർ ബാത്തിനി എന്ന 2 തലമുണ്ട് എന്ന വാദമാണ് ഷിയാക്കൾ ബേസിക്കലായി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾക്ക്, പ്രവാചകാധ്യാപനങ്ങൾക്ക് പ്രത്യക്ഷാർത്ഥമുണ്ട്, പരോക്ഷാർത്ഥമുണ്ട്. ലാഹിറായ മഅനയുണ്ട്, ബാത്തിനായ മഅനയുണ്ട്. ലാഹിറായ പ്രത്യക്ഷമായ മഅനയാണ് എല്ലാവരും പറയുന്ന ആശയങ്ങൾ. എന്നാൽ അതിന് പരോക്ഷമായ മറ്റൊരർത്ഥമുണ്ട്. ആ അർത്ഥം ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. ആ അർത്ഥം പലർക്കും ഇവിടെ പരിചയമില്ല. അത് നബിതങ്ങൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് നബിതങ്ങൾ സ്വകാര്യമായി അലി ഇബ്നു അബീ ത്വാലിബിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദവുമായ ഷിയാക്കൾ രംഗത്ത് വന്നത്. അലിക്ക് മാത്രമായി നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചില ബാത്തിനിയായ മഅനയുണ്ട്, പരോക്ഷമായ മഅനയുണ്ട്. ആ മഅനയാണ് യഥാർത്ഥാർത്ഥം, അല്ലാത്തെല്ലാം പ്രത്യക്ഷാർത്ഥമാണ് എന്ന വാദവുമായി വരികയും ഖുർആനിലെ ആയത്തുകൾക്ക് സ്വന്തമായ ചില വ്യാഖ്യാനങ്ങൾ അവർ മെനഞ്ഞുണ്ടാക്കുകയും അത് ബാത്തിനിയായ മഅനയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. ഉദാഹരണമായി ഷിയാക്കൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു തആല നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. ഇസ്രായേലിലുണ്ടായ കൊലപാതകം, ആ കൊലപാതകത്തിൽ ഘാതകനെ അറിയാൻ കഴിയാതെ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ അവർ മൂസാ നബിയോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ആരാണ് കൊന്നത് എന്നറിയില്ല. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല വഹീ നൽകി, ഒരു പശുവിനെ അറുക്കണം. നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ്. ഷിയാക്കൾ പറഞ്ഞ അന്നൊരു പശുവിനെ അറുത്തു, ആ പ്രശ്നം തീർന്നു. അതെന്തിനാ ഇപ്പൊ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതുന്നത്? അതെന്തിനാ ഇപ്പൊ നമ്മൾ ഓതുന്നത്? അത് കഴിഞ്ഞു പോയില്ലേ? അപ്പൊ അവിടെ അതല്ല ഉദ്ദേശം, അവിടെ ഒരു മറ്റൊരർത്ഥമുണ്ട്. ബാഹ്യാർത്ഥം എന്താ? പശുവിനെ അറുക്കുക, മഞ്ഞ പശുവാകണം, അതേപോലെ പ്രായം എങ്ങനെയാവണം, അതിന് വിശേഷണം എങ്ങനെയാവണം, അത് ബാഹ്യാർത്ഥമാണ്, അത് കഴിഞ്ഞു പോയി. ആന്തരികാർത്ഥമുണ്ട്. അതെന്താ? ഇവിടെ ബഖറ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ എന്ന് പറഞ്ഞാൽ ആയിഷയോടുള്ള സ്നേഹം ഒഴിവാക്കണം, ആയിഷ ബീവിയെ മനസ്സൊന്ന് ഒഴിവാക്കണം, ആയിഷ ബീവിയെ വെറുപ്പ് വെക്കണം എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അത് എവിടുന്ന് കിട്ടി? അത് ബാത്തിനായ മഅന. നബി സ്വകാര്യമായ അലിക്ക് പഠിപ്പിച്ചു കൊടുത്തു, അലി പിന്നെ ഇമാമിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇമാമിങ്ങളോട് കൈമാറി വന്ന ബാത്തിനായ മഅനയുണ്ട് എന്ന ആ വാദത്തിലൂടെ ഷിയാക്കൾ സ്ഥാപിച്ചെടുത്തു. സൂറത്ത് മാഇദയിലെ മറ്റൊരു വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ, നിങ്ങളെ വലിയ അല്ലാഹയാണ്, നിങ്ങളെ വലിയ റസൂലാണ്, നിങ്ങളെ വലിയ മുഅ്മിനീങ്ങളാണ്. ഇത് ബാഹ്യാർത്ഥമാണ്. ആന്തരികാർത്ഥം എന്താ? വലി എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, കൈകാര്യകർത്താവ്, മുതസർരിഫുൽ ഉമൂർ. അപ്പൊ നിങ്ങളെ ഒന്നാമത്തെ ഭരണാധികാരി അല്ലാഹയാണ്. പിന്നെ അല്ലാഹ് ഏൽപ്പിച്ചത് റസൂലിനെയാണ്. അത് കഴിഞ്ഞാൽ വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അലിയാണ്. അവൻ നബിക്ക് ശേഷം ഖലീഫയാകേണ്ട അലിയാണ് എന്ന് ഖുർആനിലുണ്ട്. ആ ആയത്ത് അട്ടിമറിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി, ശേഷം അവർ ഒത്തുകളിച്ചുകൊണ്ട് ഉമർ ഖത്താബ് ഖലീഫയായി, ശേഷം അവർ പരസ്പരം ധാരണ എത്തിക്കൊണ്ട് ഉസ്മാൻ അഫ്ഫാനെ ഖലീഫയാക്കി. വിശുദ്ധ ഖുർആൻ അധ്യാപനത്തെ അവരെല്ലാം അട്ടിമറിക്കുക വഴി അവർക്ക് ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. ഇത് എവിടുന്ന് കിട്ടി? ഖുർആനിലെ ആന്തരികാർത്ഥമാണ്. ഷിയാക്കളുടെ ഒരു അടിസ്ഥാനം അതാണ്. അതേ അടിസ്ഥാനമാണ് തുരീഖത്തുകാർ, സൂഫികൾ ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. ഇസ്ലാമിലെ മുഴുവൻ അധ്യാപനങ്ങൾക്കും ളാഹിറുമുണ്ട് ബാത്തിനുമുണ്ട് എന്ന് സൂഫികളുടെ അടിസ്ഥാനമാണ്, തുരീഖത്തിന്റെ അടിസ്ഥാനമാണ്. എല്ലാ ആയത്തുകൾക്കും എല്ലാ ഹദീസുകൾക്കും ഒരു ബാഹ്യാർത്ഥവുമുണ്ട്, ഒരു ആന്തരികാർത്ഥവുമുണ്ട് എന്ന് സൂഫികളും പറയുന്നു. ഏത് തുരീഖത്തും
ഖാദിരിയ ത്വരീഖത്താവട്ടെ, റിഫാഇയ ത്വരീഖത്താവട്ടെ, നഖ്ശബന്ദിയ ത്വരീഖത്താവട്ടെ, ശംസിയ, നൂരിയ, സുഹ്റവർദിയ, ഐദ്രൂസിയ തുടങ്ങി ഏതേത് ത്വരീഖത്തെടുത്താലും ശരി, ആ മുഴുവൻ ത്വരീഖത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസമാണ് വിശുദ്ധ ഖുർആനിനും പ്രവാചക അധ്യാപനക്കും ബാഹ്യാർത്ഥമുണ്ട്, ആന്തരികാർത്ഥമുണ്ട്. ബാഹ്യാർത്ഥം പരിഭാഷയിൽ കാണും, തഫ്സീറിൽ കാണും, കിതാബിൽ കാണും, അത് ബാഹ്യാർത്ഥമാണ്. ആന്തരികാർത്ഥം വേറെയാണ്. അത് ഈ കിതാബിലൊന്നും കാണൂല. അത് ഇജാസത്ത് പ്രകാരം കിട്ടണം എന്നാണ്. അത് ക്ലാസ്സിൽ പഠിച്ചാൽ പഠിക്കുന്ന കാര്യമല്ല. അത് ഉസ്താദ് ശിഷ്യന് കൈമാറിക്കൊടുത്ത് പഠിപ്പിച്ചു പോകുന്ന കാര്യമല്ല. അത് വായിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. അത് ഇജാസത്ത് പ്രകാരം ശൈഖന്മാർ കൈമാറി കൊടുക്കണം. അത് അർഹതയുള്ള ശൈഖുമാർ വേണം. അതാണ് മുറബ്ബിയായ ശൈഖ്. ഷിയാക്കൾ രണ്ടാമത്തെ അടിസ്ഥാനം ഇമാമിയ വാദമാണെങ്കിൽ സൂഫി രണ്ടാമത്തെ ആശയം ഈ ശൈഖ് വാദമാണ്. ഷിയാക്കൾക്ക് ഇമാമുമാർ വേണമെന്ന നബിതങ്ങൾക്ക് ശേഷം 12 ഇമാമുമാർ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നുവെന്ന് വ്യാജമായി പറഞ്ഞു. ഒന്നാമത്തെ ഇമാമാണ് അലി ഇബ്നു അബി ത്വാലിബ്, രണ്ടാമത്തെ ഇമാമാണ് ഹസൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലി. അത് കഴിഞ്ഞാൽ പിന്നെ സൈനുൽ ആബിദീൻ, മൂസൽ കാലിം, ജഅഫർ സ്വാദിഖ് അടക്കമുള്ള 12 ഇമാമിയങ്ങൾ. അവർ മഅ്സൂമികളാണ്, പാപസുരക്ഷിതരാണ്, തെറ്റുപറ്റാത്തവരാണ്. അവർക്ക് പടച്ച റബ്ബിൽ നിന്ന് നേർക്ക് നേരെ ഇൽഹാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ല വിവരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. റബ്ബിൽ നിന്ന് ലഭിക്കുന്ന ആ ഇൽഹാമ പ്രകാരം അവരിവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഈ ഇമാം എന്തു പറഞ്ഞാലും സ്വീകരിച്ചേ പറ്റൂ, ആ ഇമാം എന്തു കൽപ്പിച്ചാലും അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ? ഇമാം മഅ്സൂമാണ്, തെറ്റുപറ്റാത്ത ആളാണ്. സൂഫികളെ വാദമോ? പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കാൻ മുറബ്ബിയായ ശൈഖ് വേണം. ആ ശൈഖ് മഹ്ഫൂദാണെന്നാ സൂഫികൾ പറയാം. ഷിയാക്കൾ മഅ്സൂം പറഞ്ഞപ്പോൾ ഇവർ മഹ്ഫൂദ് എന്ന് പറയും. എന്താ മഹ്ഫൂദ്? പാപസുരക്ഷിതൻ. മഅ്സൂമിൻ്റെ അതേ അർത്ഥം. വാക്കൊന്ന് മാറ്റി, പദമൊന്ന് മാറ്റി, മഹ്ഫൂദ് എന്ന ഒരു പദം കണ്ടുപിടിച്ചു. എല്ലാ ഇമാമിയങ്ങളും തസവുഫിലെ ത്വരീഖത്തിലെ എല്ലാ ഇമാമന്മാരും മഹ്ഫൂദീങ്ങളാണ്, സുരക്ഷിതരാണ്. റബ്ബിക്ക് പ്രത്യേകമായ കാവൽ കൊടുക്കും, പ്രത്യേകമായ സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ പറഞ്ഞാൽ സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ കുറെ ഇമാമിങ്ങളെ പ്രതിഷ്ഠിച്ചവർ, അവർക്കെല്ലാം പ്രത്യേകമായ പേരും കൊടുത്തു. ഓരോ ഇമാമിനും ഓരോ പേരിട്ടു. അത്തരം പേരാണ് ഖുതുബുൽ അഖ്താബ്, ഖുതുബുസ്സമാൻ, ഗൗസുൽ അഅ്ലം, നുഖബാ, നുജബാ, ഔതാദ്, അഗിയാസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ പേരുകൾ പരിചയപ്പെടുത്തി. ഷിയാക്കൾക്ക് അതേ സമാനമായ ആശയമുള്ള പേരുണ്ട്, അതേ പേരുകൾ തസവുഫിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളെ സമസ്ത എന്ന സംഘടന ഏറ്റെടുത്തതാണ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ദുരന്തം. സമസ്തനെ കൊണ്ട് മാത്രം അത്ര ഷർറില്ല. പക്ഷെ സമസ്ത ത്വരീഖത്തുകളെ തസവുഫിനെ ഏറ്റെടുത്തു. പേരെന്താ? അശ്അരി മാതുരിദി രണ്ടാലൊന്ന്, ഷാഫി ഹനഫി ഹംബലി മാലിക്കി നാലാലൊന്ന് എന്ന് പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് ഷാഫിയുമല്ല, ഹനഫിയുമല്ല, ഹംബലിയുമല്ല, മാലിക്കിയുമല്ല, അശ്അരിയത്തുമല്ല, മാതുരിദിയത്തുമല്ല. പകരം തസവുഫാണ്, ത്വരീഖത്താണ്. അശ്അരിയത്തിൽ ഇസ്തിഗാസല്ല മരിച്ച മനുഷ്യന്മാരോട്. ഷാഫി മദ്ഹബിന് ഉയർത്തപ്പെട്ട ജാരങ്ങളില്ല, ദർഗകളില്ല. രണ്ടുമുണ്ട് തസവുഫിൽ, ത്വരീഖത്തിൽ. ഇബ്നു ഹജർ ഹൈതമിയോട് ഒരു ചോദ്യമുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തോട് ഫതാവൽ കുബ്ര, ഫതാവൽ ഫിഖ്ഹിയ അൽ കുബ്ര എന്ന കിതാബിൽ ജനായിസ് അധ്യായത്തിൽ 2ാമത്തെ വാള്യത്തിൽ അദ്ദേഹത്തോട് ചോദ്യമുണ്ട്. ഹൽ യജൂസു ബിനാഉൽ ഖബ്രി ഖദ്റ മിദ്മാകൈനി ഫഖത്ത്, 2 വരി മാത്രം ഖബർ ഉയർത്തൽ ജായിസാണോ, അനുവദനീയമാണ്? 2 വരി, വലിയ കുബ്ബല്ല, വലിയ ജാറമില്ല, ഒന്നുമില്ല. 2 വരി മാത്രം ഉയർത്തൽ അനുവദനീയമാകുമോ? അദ്ദേഹം പറഞ്ഞു, വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണോ, പൊതുവായ ഖബർസ്ഥാനാണോ, ഈ ഖബർസ്ഥാൻ അല്ലെങ്കിലും ആളുകൾ പൊതുവായി അങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലമാണോ എങ്കിൽ 2 വരി എന്നല്ല, 1 വരി പോലും ജായിസല്ല, 1 വരി പോലും അനുവദനീയമല്ല എന്ന് ഫത്വ കൊടുത്ത ആളാണ് ഇബ്നു ഹജർ ഹൈതമി. അത് ഷാഫി മദ്ഹബാണ്. മറ്റൊരു ചോദ്യം, അദ്ദേഹത്തിന് ചോദ്യം വരിക ഒരു നാട്ടിൽ നിന്ന്, ആ നാട്ടിൽ ഒരു പൊതുവായ ഒരു സ്ഥലമുണ്ട്. ഖബർസ്ഥാനാണോ വെച്ചാൽ അല്ല, വഖഫാണോ അല്ല, പിന്നെയോ ഒരു കാലി സ്ഥലം.
ആരുതാ എന്താണെന്നും അറിയില്ല, ഒഴിഞ്ഞെടുക്കുന്ന പറമ്പാണ്. ആരെങ്കിലൊക്കെ ചിലപ്പോൾ അവിടെ ചില മയ്യത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്ത് പോകാറുണ്ട്, അങ്ങനത്തെ സ്ഥലമാണ്. പക്ഷെ ഖബർസ്ഥാനൊന്നുമല്ല, വഖഫ് ചെയ്യപ്പെട്ടതുമല്ല. പലരും അങ്ങനെ കൊണ്ടുവന്ന് മയ്യത്ത് മറവ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആ സ്ഥലത്ത്, ആ പറമ്പിൽ അടുത്ത കാലത്തായി ഒരു ആലിമിൻ്റെ മയ്യത്ത് മറവ് ചെയ്യപ്പെട്ടു. അപ്പൊ ചിലർക്ക് അഭിപ്രായം, ഉസ്താദിന്റെ ഖബറല്ലേ, നമുക്കതൊന്ന് കെട്ടിയുയർത്തിയിട്ട് ഒരു വലിയ ദർഗയാക്കി മാറ്റാം. വേറെ ചിലർ പറഞ്ഞു, അല്ല അത് വേണ്ട, ഇതൊരു പൊതുവായ സ്ഥലമല്ലേ, അവിടെ അങ്ങനെ ഉയർത്താൻ പറ്റൂല. ഞങ്ങൾ പല പണ്ഡിതന്മാരും ചോദിച്ചു. അവ വ്യത്യസ്തമായ മറുപടിയാണ് കിട്ടിയത്. ചിലർ പറഞ്ഞു പറ്റും, ചിലർ പറഞ്ഞു പറ്റൂല. ഇങ്ങനെ വ്യത്യസ്തമായ മറുപടി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മറുപടി എല്ലാം കോട്ട് ചെയ്തിട്ടാണ് ഇബ്നു ഹജർ ഹൈതമിയോട് ചോദ്യം. ഇങ്ങനെ പല മറുപടി കിട്ടിയിരിക്കുന്നു, ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? 2.5 പേജുള്ള ചോദ്യമാണ്, ഒരു പാരഗ്രാഫുള്ള ഉത്തരവാണ്. ചോദ്യം 2.5 പേജ് ആവാൻ കാരണം ഈ എല്ലാ മറുപടിയും കോട്ട് ചെയ്തിട്ട് കൊടുത്തത്. അവരിങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ കിതാബിൽ ഇങ്ങനെ പറയുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം കൊടുത്ത മറുപടി, അൽ മൻഖൂലുൽ മുഅ്തമദു, ഉദ്ധരിക്കപ്പെട്ടതും അവലംബയോഗ്യവുമായ അഭിപ്രായം, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ആ ആലിമിന്റെ ഖബറിന് മീതെ എടുപ്പുണ്ടാക്കൽ ഹറാമാണ്, കെട്ടിയത്തിൽ ഹറാമാണ്. ഇതാണ് ശരിയായ അഭിപ്രായം. അതിനെതിരായി പറഞ്ഞ പലരുമുണ്ട്, എതിരായി പറഞ്ഞ പല കിതാബുമുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം ദുർബലമായ അഭിപ്രായമാണ്. ലാ യുൽതഫതു ഇലൈഹി, തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ല. എൻ്റെ സംസാരം ഏതെങ്കിലും ഉസ്താദുമാർ എവിടെയെങ്കിലും മാടുന്ന് കേൾക്കുന്നുവെങ്കിൽ അതൊന്നും ഇങ്ങനെയൊന്നും ആ കിതാബിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ടെങ്കിലും നിങ്ങൾ ആ കിതാബ് ഒന്ന് പോയി പരിശോധിക്കുക. ഫതാവ അൽ ഫിഖ്ഹിയ അൽ കുബ്ര എന്ന ഇബ്നു ഹജർ ഹൈതമിയുടെ 4 വാല്യമുള്ള ഫത്വ സമാഹാരത്തിൽ 2ാം വാല്യത്തിൽ ജനായിസ് മയ്യിത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഈ ചർച്ചയുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമാഇ വസ്സാലിഹീന വഗൈരിഹിം, ഈ വിഷയത്തിൽ ആലിമീങ്ങളെ ഖബർ ചെയ്യുന്നു, സ്വാലിഹീങ്ങളെ ഖബർ ചെയ്യുന്നു, അല്ലാത്തവരെ ഖബർ ചെയ്യുന്നു, യാതൊരു വ്യത്യാസവുമില്ല. ഒന്നുകൂടി പറഞ്ഞു, നമ്മുടെ ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ പിൽക്കാലത്ത് ഈജിപ്തിൽ കുബ്ബയുണ്ടായപ്പോൾ ആ കുബ്ബയെ എത്രയെത്ര പണ്ഡിതന്മാരാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. വകം അൻകൽ ഉലമാഉ അലാ ബാനി ഖുബ്ബത്തുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കിയ ആൾക്ക് എതിരായി സംസാരിച്ച എത്രയെത്ര പണ്ഡിതന്മാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ജായിസല്ല, അനുവദനീയമല്ല, ഹറാമാണ്. അതാ ഷാഫി മദ്ഹബ്. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബല്ല, സൂഫി മദ്ഹബാണ്. അശ്അരി ത്വരീഖത്തല്ല, അശ്അരി ത്വരീഖത്തല്ല, ഖാദിരിയ ത്വരീഖത്താണ്, റിഫാഇയ ത്വരീഖത്താണ്, നഖ്ശബന്ദി ത്വരീഖത്താണ്, സുഹ്റവർദി ത്വരീഖത്താണ്, ഐദ്രൂസിയ ത്വരീഖത്താണ്. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുണ്ടാക്കിയ ത്വരീഖത്താണ്. തീജാനിയത്ത് വരെയുള്ള ത്വരീഖത്താണ് നമ്മുടെ നാട്ടില്. അത് അശ്അരിയത്തല്ല, അത് മാതുരിദിയത്തല്ല, അത് ഷാഫി മദ്ഹബല്ല. അതാ ഞാൻ പറഞ്ഞത്, സമസ്ത ഇത്തരം ത്വരീഖത്തുകളെ ഏറ്റെടുത്തു വന്നതാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ആ ത്വരീഖത്തിലൂടെ ശീഈസമാണ് കയറി വന്നത്, അതിലൂടെ തൗഹീദാണ് തകർന്നത്. അശ്അരി മദ്ഹബിൽ നിന്നാൽ ഒരുപക്ഷെ വിശ്വാസരംഗത്ത് ചില പോരായ്മകൾ, ചില വ്യതിയാനങ്ങൾ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ പോലും പടച്ച റബ്ബല്ലാത്തവരേക്ക് പടപ്പുകളെ കൊണ്ടുപോകുന്ന ഒരു ബേസ് അശ്അരിയത്തിലില്ല. റബ്ബല്ലാത്തോട് തേടാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം, പടപ്പിനോട് തേടാൻ പഠിപ്പിക്കുന്ന ആശയം അശ്അരിയത്തിലില്ല. ഷാഫി മദ്ഹബിൽ ഏതായിരുന്നാലുമില്ല, 4 മദ്ഹബിലുമില്ല, 6 മദ്ഹബിലുമില്ല, എവിടെയുമില്ല. പക്ഷെ തസവുഫിലുണ്ട്, ത്വരീഖത്തിലുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി? സൂഫികളിൽ നിന്ന്, അല്ല ഷിയാക്കളിൽ നിന്ന്. എന്തേ കാരണം? അവർ പഠിപ്പിച്ച ബേസ് അതാണ്. ഈ ഷിയാക്കളാണ് കൊണ്ടുവന്നത് മഹാന്മാർ റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള ഇടയാളന്മാരാണ് എന്ന വാദം. മുദബ്ബിറുൽ ആലം CM മടവൂരുന്നത് എന്ന് ഉസ്താദുമാർ പറയുന്നു. ആത്മാർത്ഥമായി നിങ്ങൾ അന്വേഷിച്ചാൽ മുദബ്ബിർ വാദം ലോകത്താദ്യമായി പറഞ്ഞത് ഷിയാക്കളാണ്. മുദബ്ബിർ എന്ന വാദം പടപ്പിനെ കുറിച്ച് ഈ ലോകത്താദ്യമായി പറഞ്ഞ ഷിയാക്കളാണ്. ഒരു പറഞ്ഞെന്താ അറിയോ? അല്ലാഹു തആല 1-ാം മുദബ്ബിറാണ്, മുഹമ്മദ് നബി 2-ാം മുദബ്ബിറാണ്, അലി നബി 3-ാം മുദബ്ബിറാണ്.
അതെന്താ കാരണം? അല്ലാഹു തആല ആകെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിൻ്റെ പ്രകാശം മാത്രം, ബാക്കിയൊന്നും അല്ലാഹ് പഠിച്ചിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് നബിയെ ഏൽപ്പിച്ചു, ബാക്കി നിങ്ങൾ പഠിച്ചോളി. മുഹമ്മദ് നബി അലിയെ പഠിച്ചു, എന്നിട്ട് ബാക്കി അലിയെ ഏൽപ്പിച്ചു. ബാക്കിയെല്ലാം പഠിച്ച അലി ഇബ്നു അബീ ത്വാലിബാണ്. അപ്പം അലിയാണ് ശരിയായ മുദബ്ബിർ, മുദബ്ബിർ സാനി അല്ലെങ്കിൽ മുദബ്ബിർ സാലിസ് എന്നൊക്കെ ഷിയാക്കൾ വ്യത്യസ്ത രീതിയിൽ പേര് വിളിക്കുന്നു. രണ്ടാം മുദബ്ബിർ എന്ന് പറയുന്ന ഷിയാക്കളുണ്ട്, അല്ല മൂന്നാം മുദബ്ബിർ എന്ന് പറയുന്ന ഷിയാക്കളുമുണ്ട്. അല്ലല്ലാത്തവരും മുദബ്ബിർ ആവുക എന്ന ആശയം ഇവിടെ പരിചയപ്പെടുത്തിയ ഷിയാക്കളാണ്. അത് പിന്നെ സൂഫികളെ ഏറ്റെടുത്തു. സൂഫികളെ തസറുഫ് എന്ന പേരിട്ടതിന്. തസറുഫ് സൂഫിക്ക് ദറജ കൂടി 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 പോയിട്ട് അവസാനം തസറുഫുൽ കൗനി, പ്രപഞ്ചം മൊത്തം കൈകാര്യം ചെയ്യാൻ, പ്രപഞ്ചം മൊത്തം ക്രയവിക്രയം ചെയ്യാനുള്ള ദറജയിലേക്ക് എത്തുമെന്നാണ് ത്വരീഖത്തുകാരുടെ വിശ്വാസം. സൂഫി തുടക്കത്തിൽ അവൻ അബ്ദുള്ളയാണ്, അബ്ദുള്ള അള്ളാഹിൻ്റെ അടിമ. പിന്നെ റബ്ബിലേക്ക് അങ്ങനെ അടുക്കും, അടുത്തടുത്തടുത്ത് അവനും റബ്ബും ഒന്നായി മാറും. ത്വരീഖത്തുകാരൻ്റെ ബേസാണ് ഫനാ, ജൽബ് എന്ന വിഷയങ്ങളൊക്കെ. ഫനാ എന്ന നശിക്കുക എന്നാണ്. ഇവൻ റബ്ബിലേക്ക് അടുത്തിട്ട് ഇവൻ്റെ അസ്തിത്വം ഇല്ലാതായി പോകും, അവനും അള്ളയും ഒന്നായി മാറും. അതാ ഫനാ. ഒരു ഉദാഹരണം പറഞ്ഞത് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന പോലെയാണ്. വെള്ളത്തിൽ ഉപ്പിട്ടാൽ പിന്നെ ഉപ്പ് വേറല്ല, വെള്ളം വേറല്ല, ഉപ്പ് വെള്ളമായി മാറി. ഇനി അത് വേർതിരിക്കാൻ പറ്റൂല എന്ന പോലെ സൂഫി ഇങ്ങനെ കയറി 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 പോയിട്ട് അവസാനം റബ്ബിലേക്ക് അങ്ങനെ ലയിച്ച് അവൻ ഇല്ലാതായി മാറുന്നു. അപ്പൊ പിന്നെ ഓനും അല്ലും എന്ന് രണ്ടെണ്ണമില്ല. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. എല്ലാം അല്ലയാണ്, എല്ലാം അല്ലയാണ്, അല്ലയല്ലാത്ത ഒന്നുമില്ല എന്ന ദറജയിലേക്ക് എത്തും. പിന്നെ ഒരു അബ്ദുല്ലല്ലാന്ന അബ്ദ് എന്ന മർത്തബയിൽ അവൻ കയറി, അബ്ദല്ലാതായി മാറി, അവൻ ഹുറായി മാറി. അള്ളാഹിൻ്റെ അടിമാന്നൽ മാറിയിട്ട് അവൻ സ്വതന്ത്രനായി. പിന്നെ ഓനും അള്ളയും ഒന്നായി മാറി. ആ ദർജയ്ക്ക് എത്തിയപ്പോൾ അബൂ യസീദ് അൽ ബിസ്താമി പറഞ്ഞു, സുബ്ഹാനി സുബ്ഹാനി മാ അഅ്ലമ ശഅനി. സുബ്ഹാനല്ലാഹ് മാറ്റി. സുബ്ഹാനല്ലാഹ് അല്ലാഹ് എത്ര പരിശുദ്ധനാണ്, ഇനിയിപ്പോൾ ഇതിന് ആവശ്യമില്ല. പിന്നെ മൂപ്പർ തസ്ബീഹ് മാറി, സുബ്ഹാനി സുബ്ഹാനി, ഞാനെത്ര പരിശുദ്ധൻ. കാരണം എന്താ, ഞാൻ തന്നെ അല്ല. ഇത് എവിടുന്നാണ് കിട്ടിയത്? ഷിയാക്കളിൽ നിന്ന്. ആ ത്വരീഖത്തിനെ ഇവിടെ സമസ്ത ഏറ്റെടുത്തപ്പോൾ തൗഹീദാണ് തകർത്തത്. ഇവിടെ ഒരു സൂഫി നടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി അവിടെ വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ റൊട്ടി കഴിക്കുകയാണ്. ഇത് കണ്ട സൂഫി പറഞ്ഞു, അർ റബ്ബു യഅ്കുലുർ റബ്ബ, റബ്ബ് റബ്ബിനെ തിന്നുന്നു. തിന്നിടുവാനും റബ്ബാണ്, തിന്നപ്പെടുന്ന ആ റൊട്ടിയും റബ്ബാണ്. കാരണം റബ്ബല്ലാത്ത മറ്റൊന്നുമില്ല, അല്ലാഹ് മാത്രമേ ലോകത്തുള്ളൂ, ബാക്കിയൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവസാനത്തെ ലക്ഷ്യമായി ത്വരീഖത്തുകാർ, ഏത് ത്വരീഖത്തുമാകട്ടെ, ആ ത്വരീഖത്തുകാർ എല്ലാവരും പഠിപ്പിച്ചെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ മറ്റൊന്നുമില്ല. ആ ലെവലിലേക്ക് എത്തണം എന്നാണ് അവർ പറഞ്ഞത്. സൂഫികൾക്ക്, ത്വരീഖത്തുകാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥമാണെന്ന്. ഒന്നാമത്തെ അർത്ഥം സാധാരണക്കാരർത്ഥാണ്. അതാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല. അത് നാടന്മാരർത്ഥം. സാധാരണക്കാരൻ്റെ അർത്ഥമാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഏത് നാടന്മാർക്കും ചൊല്ലിപ്പോകാം. ഈ സാധാരണക്കാരൻ ഒരു ത്വരീഖത്തിന് ബൈഅത്ത് ചെയ്ത് തസവുഫിൻ്റെ ഒന്നാമത്തെ കവാടം കടന്ന് ആ തസവുഫിൻ്റെ ഘട്ടങ്ങൾ കയറിപ്പോകുമ്പോൾ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മാറും. അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പിന്നെ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല എന്നായി മാറും. ലക്ഷ്യമല്ല മാത്രം. അത് കഴിഞ്ഞ് പിന്നെയും പ്രമോഷനായി വീണ്ടും അവൻ കയറി കയറി റബ്ബിലേക്ക് അങ്ങ് ലയിച്ചു പോയി. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വീണ്ടും മാറുന്നു. അപ്പോൾ അതിനർത്ഥം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല എന്നായി മാറും. അത് ഉൾസാരമാണ്, ആന്തരികാർത്ഥമാണ്. ബാഹ്യാർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല.
ടോപ്പിലേക്ക് എത്തിയാലോ ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇബാദത്തില്ല, പിന്നെ പള്ളിയില്ല, പിന്നെ അമ്പലമില്ല, പിന്നെ മദ്യമില്ല, ആകാശമില്ല, ഭൂമിയില്ല. ശ്വാസോച്ഛ്വാസം പോലും അല്ലാ 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 എന്നായി മാറണമെന്നാണ് ഓര് പറഞ്ഞു വെച്ചത്. ഇത് മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. സമസ്തയുടെ സാഹിത്യ തറവാട്ടിലെ കാവലാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർ പരിചയപ്പെടുത്താറുള്ളത്. അദ്ദേഹം എഴുതിയ വഹദത്തുമായ വ്യാഖ്യാനം എന്ന പുസ്തകമുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ. സമ്പൂർണ്ണ മനുഷ്യൻ ആരാ? ലാ ഇലാഹ ഇല്ലല്ലയുടെ മൂന്നാമത്തെ ലെവലിലേക്ക് എത്തിയ ആളാണ് സമ്പൂർണ്ണ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ. അത് അറബിയിലെ ഒരു പുസ്തകമാണ്. അതിന് മലയാളത്തിൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തി. അതിൽ അദ്ദേഹം ഈ 3 ഘട്ടങ്ങൾ വിവരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിൻ്റെ 37-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, ഈ അർത്ഥം ദഹിക്കണമെങ്കിൽ 3-ാമത്തെ ദശയിലേക്ക് എത്തുക തന്നെ വേണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്നാണ്. അല്ലല്ലാതെ ഒന്നുമില്ലാതെ മനസ്സിലാകണമെങ്കിൽ ആ ലെവലിലേക്ക് എത്തണം. കാരണം ഇഹത്തിലും പരത്തിലും മഷിയിട്ട് നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണുക ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊരാളും ചോദിക്കും, പിന്നെ ഈ കാണുന്നെല്ലാം പിണ്ണാക്കാണോ എന്ന്? അല്ല മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കൂലേ? ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ട്, ഈ മനുഷ്യന്മാരുണ്ട്, ഈ സ്റ്റേജ് ഉണ്ട്, മൈക്കുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, ഇതൊക്കെ എന്താ പിന്നെ പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. എന്നാൽ ഇതൊന്നും പിണ്ണാക്കല്ല. കാരണം പിണ്ണാക്കും ഇല്ല. പിണ്ണാക്കായി നമ്മൾ കാണുന്നതും അല്ലാഹു തആല തന്നെയാകുന്നു. പച്ച മലയാളത്തിൽ എഴുതിച്ച പുസ്തകം, സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് പരിചയപ്പെടുത്തിയ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയിൽ 37-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ച വാക്കാണ്. അതിലേക്കാണ് സൂഫികൾ കൊണ്ടുപോകുന്നത്. അതാണ് ഷിയാക്കളുടെയും അടിസ്ഥാനം. അതാണ് കൊടുത്ത കഴിവ് എന്ന വാദത്തിൻ്റെ ബേസ്. കൊടുത്ത കഴിവ്, അല്ലങ്ങനെ കഴിവ് കൊടുത്ത് 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 അവസാനം എബനും അള്ളി ഒന്നായിട്ടാണ് മാറും. പിന്നെ അല്ല വേറെ ഞാൻ വേറെ എന്നൊന്നുമില്ല. അവരാണ് ഏറ്റവും ടോപ്പ്. അമ്പിയാക്കളെക്കാളും മീതെ പോകും. ഒരു പറഞ്ഞ അമ്പിയാക്കന്മാർ വന്നത് ഈ ബാഹ്യാർത്ഥം പഠിപ്പിക്കാനാണ്. അത് ഓരോ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു മറ്റിന് വന്നതല്ല, ആന്തരികാർത്ഥം പഠിപ്പിക്കാൻ വന്നതല്ല. അവരല്ല അയച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ബാഹ്യമായ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, ഹറാം ഹലാലുകൾ ഇത് പഠിപ്പിക്കാനാണ് ഓല പറഞ്ഞയച്ചത്. അപ്പോൾ ചെയ്തു. ഞങ്ങളോ അതിനപ്പുറത്തേക്ക് പോയല്ലോ. അതുകൊണ്ട് ഇത് നബി പഠിപ്പിച്ചോ, അത് നബി പഠിപ്പിച്ചോ, ഇത് ഹദീസിലുണ്ടോ, ആ ചോദ്യത്തിലേക്ക് പ്രസക്തി ഇല്ല. അത് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇത് പഠിപ്പിക്കാനല്ല നബി വന്നത്. ഞങ്ങളൊരു കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ കടലിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടാതെ അമ്പിയാക്കൾ പോലും തീരത്ത് നിൽക്കുകയാണ് ചെയ്തത്. അമ്പിയാക്കൾ തീരത്ത് നിന്ന കടലിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഒരു കരക്ക് നിൽക്കുകയാണ്, ഗദ്ദിക്ക് ഇറങ്ങാനല്ല ഓരല്ല പറഞ്ഞത്. ഞങ്ങളോ അതിലേക്ക് ഇറങ്ങാൻ വന്ന മനുഷ്യന്മാരാണ്. അതിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഫിർഔൻ 1-ാം നമ്പർ മുഅ്മിനാണ്. പക്ഷെ മൂസാ നബിൻ്റെ ബാഹ്യമായ ദൃഷ്ടി നോക്കുമ്പോൾ ഫിർഔൻ കാഫിറാണ്. മൂസാ നബിക്ക് മനസ്സിലായില്ല ഫിർഔൻ പറഞ്ഞതിൻ്റെ ആശയം. എന്താ ഫിർഔൻ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാ നിങ്ങളുടെ റബ്ബ്. ശരിയാണ്, ഫിർഔൻ റബ്ബാണ്, ഫിർഔൻ റബ്ബാണ്. പക്ഷേ മൂസാ നബിയുടെ ബാഹ്യമായ അർത്ഥത്തിൽ നോക്കുമ്പോഴോ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മഅ്ബൂദ ഇല്ലല്ലാ, അത് വെച്ച് നോക്കിയാൽ ഫിർഔൻ പറഞ്ഞ തെറ്റാണ്. എന്നാൽ 3-ാം ദശകത്തിലെത്തിയാലോ ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലല്ലാത്ത മറ്റൊന്നുമില്ല. അപ്പം ശരിയാണ്, ഫിർഔനും അല്ലയാണ്. എന്നിട്ട് സൂഫികളുടെ നേതാക്കന്മാർ എഴുതി വെച്ചു. ഫുതുഹാത്തുൽ മക്കിയ എന്ന കിതാബിന് അവർ എഴുതി വെച്ചത് കാണാൻ പറ്റും. ഫിർഔന് സമ്പൂർണ്ണ കാമിലായ മുഅ്മിനാണ്, കാമിലായ മുഅ്മിൻ. പക്ഷെ മൂസാ നബിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഫിർഔന് മരിക്കുമ്പോൾ മൂസാ നബിയുടെ കണക്കിൽ ഫിർഔന് മുഅ്മിനല്ലാത്തത് കൊണ്ട് തന്നെ ആ മയ്യത്ത് മൂസാ നബി കുളിപ്പിക്കൂല, ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൂല, ആ മയ്യത്ത് കഫൻ ചെയ്യൂല, അത് മറമാടൂല. അതുകൊണ്ട് അല്ലാഹു തആല ഫിർഔനിനെ കടലിൽ കൊണ്ടുപോയി മുക്കി ആ കുളിപ്പിക്കടക്കം അല്ലാഹ് ഏറ്റെടുത്തു. ഫഖറജ മിനദ് ദുനിയാ ത്വാഹിറൻ മുതഹിറ,
അങ്ങനെ ഫിർഔൻ ദുന്യാവെന്ന് പോയത് പരിശുദ്ധനായിക്കൊണ്ടാണ്, എല്ലാത്തിനും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഫിർഔൻ ഇവിടുന്ന് പോയത്. അതിനാൽ അല്ലാഹു തആല വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയത് എന്ന് എഴുതി വെച്ച കിതാബാണ് സൂഫികളുടെ അൽ ഫുതുഹാത്തുൽ മക്കിയ്യ. അത്ര വലിയ ളലാലത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയി. ഫുതുഹാത്തുൽ മക്കിയ്യ സമസ്ത അംഗീകരിച്ച കിതാബാണ്. സമസ്ത അംഗീകരിക്കുന്ന വലിയ മഹത്വമായി കാണുന്ന കിതാബാണ്. സൂഫികൾ ഏറ്റവും മുഖ്യമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അൽ ഫുതുഹാത്തുൽ മക്കിയ്യ. അതിൽ പഠിപ്പിച്ച ആശയമാണ്. ഇബ്ലീസ് വലിയ ഈമാനുള്ള ആളാണെന്നാണ് സൂഫിന്റെ വിശ്വാസം. കാരണം എന്താ? അല്ലാഹുക്കല്ലാതെ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞല്ലോ. കാരണം എല്ലാം അള്ളയാണ്. അതുകൊണ്ട് ഇബ്ലീസ് വലിയ ഈമാനുള്ള മനുഷ്യനാണെന്നാണ്. സൂഫികളെ മറ്റൊരു കിതാബാണ് ജാമിഉൽ കറാമാത്തുൽ ഔലിയ. ഔലിയാക്കളുടെ കറാമത്തിന്റെ ശേഖരം എന്ന പേരിൽ 2 വാള്യങ്ങളായി ക്രോഡീകരിച്ച വലിയ കിതാബുണ്ട്. അതിൽ കഥയുണ്ട്. വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ പള്ളിയിൽ കയറി വരികയാണ്. ഡ്രസ്സൊന്നുമില്ല, കംപ്ലീറ്റ് നഗ്നനാണ്. പൂർണ്ണ നഗ്നായ ഒരു മനുഷ്യൻ വരുന്നു. കയ്യിൽ വാളുണ്ട്. ആ വാളും പിടിച്ചുകൊണ്ട് ഇയാൾ നഗ്നനായി പള്ളി വന്ന് ജുമുഅയുടെ സമയത്ത് നേരെ വന്ന് മിമ്പർമക്കാണ് കയറി. മിമ്പർ കേട്ട് മൂപ്പരൊറ്റ പ്രഖ്യാപനം, അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്ത്? അല്ലാ ഇലാഹ ലക്കും, നിങ്ങൾക്ക് ഒരൊറ്റ ഇലാഹുമില്ല, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാത്ത ഇലാഹുമില്ല അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഇയാൾ മിമ്പർമെന്നാണ് പ്രഖ്യാപിക്കുകയാണ്. ആളുകൾക്ക് പടാകെ ഏതാണ് ഈ ചങ്ങാതി? ഒരു ഭ്രാന്തൻ, തുണികുപ്പായിട്ടിട്ടില്ല. എന്നിട്ട് മിമ്പർമ കയറി ഈ വക തോന്നിയാസം വിളിച്ചു പറയോ? ഇവരൊക്കെ പാടെ ഇറങ്ങിയപ്പോൾ ഇയാൾ വാള് ചുഴറ്റി ആകെ ഒരു ഭീതി മുഴക്കി ആളുകൾക്ക് പാടെ ഇറങ്ങിപ്പോയി. പള്ളിക്കുന്നത് നിവൃത്തില്ലല്ലോ, പേടിച്ചെല്ലാം പോയി. അങ്ങനെ ജുമാ കഴിഞ്ഞ് അപ്പുറത്തെ മഹല്ലുകാർ വരുമ്പോൾ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ ജുമാ ആകെ ബാത്തിലായിന്ന്. ഏതോ ചങ്ങാതി കയറി വന്ന് ഇങ്ങനെയൊക്കെ പാടെ കാട്ടിക്കൂട്ടി ഞങ്ങളെ ജുമാഴയും പോയി, ആകെ വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇയാൾ ഇവിടെ, ഇയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ പള്ളി ഇതന്നെ ഉണ്ടായല്ലോ. അതിങ്ങനെ അവിടെ എത്തി. അപ്പം ഇതേ സംഭവം അവിടെ ഉണ്ട്. അപ്പം നോക്കുമ്പോൾ അടുത്ത മഹല അല്ലല്ലോ അവിടെ വന്നിന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അന്ന് ആ ചുറ്റുഭാഗത്തുള്ള 40 പള്ളികളിൽ ഇതേ സമയത്ത് ഇയാൾ വന്നിട്ടുണ്ട്. ആ മനസ്സ് ഇയാൾ വലിയ കാര്യപ്പെട്ട ഔലിയാണ്. ഇയാൾ സാധാരണക്കാരല്ല. ഒരേ സമയത്ത് 40 സ്ഥലത്ത് നഗ്നനായി പ്രത്യക്ഷപ്പെടുകയും 40 സ്ഥലത്തും ഈ കുഫർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അയാൾ അബ്ദാലാണെന്ന് മനസ്സിലായി. ഇതാണ് തസവുഫ്. ഇത് തലയിൽ കയറിയ ഒരുത്തരോട് പിന്നെ നിങ്ങൾ അള്ളാഹിനെ തോൽക്കാൻ പാടുള്ളൂ വയലു പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവും. പ്രാർത്ഥന അള്ളാഹിനെ മാത്രം പ്രസംഗിച്ചാൽ പോവിടുന്നു പറഞ്ഞേ. അതൊക്കെ എന്നോ കഴിഞ്ഞതൊക്കെ. ഇത് ഷിയ ആശയമാണ്. അതിനെ അവർ കൊണ്ടുവന്നാണ് മഹാന്മാരെ, അഇമ്മത്തിനെ, അതേപോലെ സ്വാലിഹീങ്ങളെ അപ്രമായത്തും കൽപ്പിച്ചുകൊണ്ട് ഉലുവ് കാണിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നു. എല്ലാ ആയത്തിലും ഹദീസിലും ഇങ്ങനെ ചില വ്യാഖ്യാനം കൊടുത്തു. നമ്മുടെ ഇമാമിങ്ങൾ മഹ്ഫൂദികളാണ് എന്ന് ത്വരീഖത്തുകാർ പറഞ്ഞു, മഅ്സൂമാണ് എന്ന് ഷിയാക്കളും പറഞ്ഞു. മഅ്സൂമായ ഇമാമിങ്ങൾക്ക് ദീന് പറയാനും ദീന് ഉണ്ടാക്കാനും അധികാരമുള്ളതുപോലെ മഹ്ഫൂദായ ഇമാമിങ്ങൾക്ക് എന്തും സ്ഥാപിക്കാൻ, എന്തും പറഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ഒരു പഠിച്ചോലേക്ക് നേരിട്ട് വിവരം കിട്ടുന്നതാണ്. അവർക്ക് ദിക്റുണ്ടാക്കാം, ദുആ ഉണ്ടാക്കാം, നിസ്കാരം ഉണ്ടാക്കാം, നിസ്കാരം വേണ്ടെന്ന് വെക്കാം, എല്ലാ അധികാരമുണ്ട്. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായനവർക്കാനും വാദം കൊടുത്തവർ. ആർക്ക് എന്ത് സ്ഥാനം കൊടുക്കാനും ആരെന്ത് സ്ഥാനം കളയാനും ശൈഖ് അല്ലാഹ് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് മുഹീദ്ദീൻമാരെ കാണാം. സൂഫികൾ നേതാക്കന്മാർക്ക് അധികാരമുണ്ട്. ഓൻ ദിക്ർ ചെല്ലാൻ പറഞ്ഞാൽ ചൊല്ലിക്കോളാം. ഉസ്താദേ, ഈ ദിക്ർ എവിടുന്ന് കിട്ടി? ഹദീസിലുണ്ടോ? സ്വഹീഹാണോ? ആ വക ചോദ്യം തന്നെ ഇല്ല. ഹദീസിലുണ്ടാവില്ല. ഹദീസ് എന്തിനാ? ഹദീസ് ബാഹ്യമായ മതം പഠിപ്പിക്കാനാണ്. ഇതോ ആത്മീയമായ റിസ്ക്കാണ്. ഉദാഹരണം പറഞ്ഞത് കപ്പൽ യാത്ര ചെയ്യുന്ന കപ്പൽക്കാരനെ പോലെയാണ്. ഇസ്ലാമിനെ 3 ആക്കി തിരിച്ചവർ. ഒന്ന് ശരീഅത്ത്, ഒന്ന് ത്വരീഖത്ത്, മറ്റൊന്ന് ഹഖീഖത്ത്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ മുത്താണ്, കടലടിയിലെ മുത്ത്. ത്വരീഖത്ത് സമുദ്രമാണ്, ശരീഅത്ത് കപ്പലാണ്. ഫശരീഅത്തുൻ കസഫീനത്തിൻ വത്വരീഖത്തു കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ അലാ
മൻ റാമ ദുർറൻ ഫസ്സഫീനത യർകബു വയഗൂസു ബഹ്റൻ സുമ്മ ദുർറൻ ഹസ്സലാ. ശരീഅത്ത് കപ്പലാണ്, ത്വരീഖത്ത് സമുദ്രമാണ്, ഹഖീഖത്ത് മുത്താണ്. മുത്തുമാരാ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ആദ്യം കപ്പലിൽ കയറണം. കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിച്ച് എവിടെയാണോ മുത്തിൻ്റെ സ്ഥാനം അവിടെ എത്തുമ്പോൾ അയാൾ കപ്പലിൽ നിന്ന് ചാടി കടലിലേക്ക് ഊളിയിട്ട് താഴേക്ക് പോയി ആ മുത്തെടുക്കണം. അതിന് ഒരു കപ്പിത്താൻ വേണമല്ലോ. മുത്ത് എവിടെയെന്ന് നമുക്കറിയില്ലല്ലോ. കപ്പിത്താൻ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് ചാടിക്കോന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ കാലാകാലം കപ്പലിങ്ങനെ നട്ടം തിരിയാന്നല്ലാതെ നമുക്കെന്ത് മുത്ത്? കപ്പിത്താനാണ് മുറബിയായ ഷെയ്ഖ്. മുറബിയായ ഷെയ്ഖ് കയ്യും പിടിച്ചൊരു പല ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ എനിക്ക് വേണ്ടതുണ്ട് എന്ന്. അപ്പം കപ്പലിൽ ഇരിക്കുമ്പോൾ കുറച്ച് നിയമം ഉണ്ടാവും. കയ്യും തലയും പുറത്തിടാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇടണം തുടങ്ങി കുറേ നിയമം കപ്പലിലുണ്ടാവും. അങ്ങനെ പോയി ആ പൊസിഷനിലെത്തിയാൽ കപ്പിത്താൻ പറയും ചാടാൻ സ്ഥലമായി ചാടിക്കൊള്ളിയും. അപ്പോൾ ബെൽറ്റൊക്കെ ഊരി എല്ലാം റെഡിയായി ഓൻ ചാടിക്കൊള്ളണം. ചാടിയ ആളോട് എടാ ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥമുണ്ട്. ചാടി ഒരുത്തനോട് ബെൽറ്റ് ഇടണമെന്ന് നിയമം എനിക്കറിയാം വെച്ചാൽ അത് എനിക്കല്ല, എനിക്കില്ല. അതാ ഇപ്പം മറ്റോൻ ചാടിയവനാണ്. CM അടവ് ചാടിയ ആളാ, കോയപ്പാപ്പ ചാടിയ ആളാ. എവിടേക്ക്? മുത്തെടുക്കാൻ. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ മൂപ്പര് പള്ളിയിൽ കയറുന്നില്ല. നമ്മൾ പറയാം എന്താ മൂപ്പര് നിസ്കരിക്കാത്ത? അതെനിക്കുള്ള നിസ്കാരം നമുക്ക് കഴിഞ്ഞു. കപ്പലിൽ പോയ കാലത്ത് ബെൽറ്റ് ഇട്ടിരുന്നു. ശരീഅത്താന കപ്പലിലൂടെ പോയിട്ടാണ് ചാടിയത്. ഒരു കുറച്ചു കാലം നിസ്കരിച്ച് അങ്ങനെ പോയി മുങ്ങാൻ ചാടാണ് സ്ഥലമെത്തിയപ്പോൾ ചാടി. ഇനി വേണം നോക്കിയിട്ട് എന്താ നിസ്കരിക്കാത്തത്, എന്താ നോമ്പ് വയ്ക്കാത്തത് എന്ന് ചോദിക്കാൻ അർത്ഥമില്ല. അത് കപ്പലിലെ നിയമമാണ്. ആ നിയമം പഠിപ്പിക്കാനാണ് അമ്പിയാക്കൾ വന്നത്. ഓലെ പഠിപ്പിച്ചു. അപ്പം നമ്മൾ കാലാകാലം കപ്പലിൽ ഇങ്ങനെ നട്ടം തിരിയാണ്. എത്ര കൊല്ലം തിരിഞ്ഞാലും മുത്ത് കിട്ടൂല. നമ്മൾ ബാങ്ക് കൊടുക്കും, പള്ളിയിൽ പോകും, റമദാൻ മാസം കണ്ട നോമ്പ് കൊടുക്കും, 2% സക്കാത്ത് കൊടുക്കും, ഇടയ്ക്കുന്ന ഹജ്ജിന് പോകും, ഉംറയ്ക്ക് പോകും. ഇതൊക്കെ കപ്പലിലെ നിയമങ്ങളാണ്. നമ്മൾ ജീവിതകാലം ഫുള്ള് കപ്പലിൽ ഇങ്ങനെ കറങ്ങാന്നല്ലാതെ ലക്ഷ്യം നേടൂല. മൻ റാമ ദുർറൻ ഫസ്സഫീനത യർകബു. മുത്തുദ്ദേശിക്കുന്ന മനുഷ്യൻ കപ്പലിൽ കയറണം. വയഗൂസു ബഹ്റൻ സുമ്മ ദുർറൻ ഹസ്സലാ. എന്നിട്ട് കടലിലേക്ക് മുങ്ങി ആ മുത്തവൻ നേടിയെടുക്കണം. അപ്പം ആ നേടുന്നവനെ ത്വരീഖത്തിന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പിടിച്ചുകൂട്ടിക്കൊണ്ട് പോയിട്ട് ഷെയ്ഖിൻ്റെ മുന്നിൽ ഹാജരാക്കി പരിചയപ്പെടുത്തുമ്പോൾ ഷെയ്ഖ് ഇതാ പറഞ്ഞു കൊടുക്കുക. എത്ര കാലമായി നിസ്കരിക്കണ്, എത്ര കാലമായി നോമ്പ് വയ്ക്കണ്, എത്ര കാലമായി സക്കാത്ത് കൊടുക്കണ്, എന്തേ കിട്ടിയേക്കും? എന്തേ കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അതല്ല ലക്ഷ്യം അള്ളാനെ കിട്ടണം. ആ മുത്താണ് അള്ളാഹ്. അതിനിങ്ങനെ കാലാകാലം ഇങ്ങനെ പോയാൽ കിട്ടൂല. അവിടെ മുങ്ങാനുള്ള സ്ഥലം ഞാൻ കാണിച്ചാൽ എനിക്കറിയാം, ഞാൻ കപ്പിത്താനാണ്. അതാ മുറബിയായ ഷെയ്ഖ്. അപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പം ചാടുമ്പോൾ കുറച്ച് പണിയൊക്കെ എടുക്കാണ്ടാവും. അത് ഈ നിയമങ്ങളല്ല, വേറെ ചില നിയമങ്ങൾ പണിയെടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് ചാടാൻ തയ്യാറാണോ? കൈ പിടിച്ചോ, ബൈഅത്ത് ചെയ്തോ. അതാ ബൈഅത്ത്. പിന്നെ ഓൻ ചാടുമ്പോൾ മറ്റോ ബാക്കിൽ നിന്ന് ചോദിക്കുക, അല്ലടാ സീറ്റ് ബെൽറ്റ് രണ്ടേന്ന് വിട്ട കുഞ്ഞോ, ഇതിൻ്റെ എന്നോട് വർത്തമാനം ചാറിയില്ലേ? അതാ വഹാബിന്ന് ചോദിക്കുക, ഈ നിൽക്കുന്ന ഹദീസിലുണ്ടോ? എന്താ ഹദീസ്? അതെനിക്കല്ല ഹദീസ്. നമ്മൾ അവിടുന്ന് വിട്ടു, ആ റേഞ്ച് വിട്ടു, അതൊക്കെ ചെല്ലിയിട്ട് ഇവിടെ എത്തി, അത് കഴിഞ്ഞു. ഇനി ഷെയ്ഖ് പറയും എവിടെ ചാടണം, എവിടെ മുങ്ങണം, എത്ര ആഴത്തിൽ പോകണം ഷെയ്ഖ് പറയും. അപ്പം ഷെയ്ഖ് ദിക്റുണ്ടാക്കി കൊടുക്കും. ഷെയ്ഖ് ദിക്റുണ്ടാക്കി കൊടുത്ത് പറയും ഈ ദിക്ർ ചൊല്ലിക്കോ 1,00,000 വട്ടം. അവിടെ ചോദ്യമില്ല. അൽ മുരീദു ഇൻദ ഷെയ്ഖി കൽ മയ്യിത്ത് ഇൻദൽ ഗാസിലി. ഷെയ്ഖിന് മുമ്പിൽ മുരീദ് കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്തിനെ പോലെയാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഇരുത്തേ ഇരിക്കുക, ഓൻ കിടത്തേക്ക് എടുക്കുക, ഓൻ മറിച്ചിട്ടാൽ മറിയുക, ഇതല്ലേ മയ്യത്ത്. ഇതുപോലെ ഷെയ്ഖിൻ്റെ മുമ്പിൽ മുരീദ് നിൽക്കണം. അതിന് റെഡിയാണോ? ബൈഅത്ത് ചെയ്യാം. ആ ബൈഅത്തും ചെയ്ത് ഷെയ്ഖിന് പ്രതിജ്ഞ ചെയ്ത് ഇതാ ഞാൻ റെഡി, ചോദ്യമില്ല, ഒരു സംഗതിയും ചോദിക്കൂല, നിങ്ങൾ കാണിച്ചെന്ന വഴിക്ക് ഞാൻ പോരാൻ തയ്യാറാണ്. ഇതാണ് ത്വരീഖത്തിൻ്റെ മർമ്മം. ആ മുങ്ങുന്ന സ്ഥലത്തേക്ക് എത്താൻ വ്യത്യസ്ത വഴിയുണ്ടാകും. കടലിൽ ഒരേ വഴിക്ക് പോയാൽ അവിടെ എത്തുള്ളൂല്ലോ.
ഏത് ഭാഗത്തുനിന്നും കയറാം, ഏത് വഴിക്കും പോകാം. അവസാനം ചെന്നെത്തുന്ന സ്ഥലം ഒന്നാണ്. ഈ വഴികളാണ് ഒന്ന് ഖാദിരിയ, ഒന്ന് റിഫാഇയ്യ, ഒന്ന് നക്ഷബന്ദിയ്യ, ഒന്ന് സുഹ്റവർദിയ്യ, ഒന്ന് ഹൈദറൂസിയ്യ, ഒന്ന് തീജാനിയ്യ. ഇതൊക്കെ എന്താ? ഇതൊക്കെ വ്യത്യസ്ത വഴികൾ. ഈ ഏത് വഴിക്ക് പോയാലും പോയിന്റിലേക്ക് എത്താം. ചില വഴി സിമ്പിളാകും, ചില വഴി കുറച്ച് കർക്കശമാകും. അപ്പോൾ ആളുകളുടെ സൗകര്യം അനുസരിച്ച് ഇഷ്ടമുള്ളത് എടുക്കാം. ഓരോ ത്വരീഖത്ത് കയറിയാൽ അതിൻ്റെ കുറേ സ്ഥിരം ചൊല്ലേണ്ട ദിക്റുണ്ടാവും. അതിന് റാത്തീബ് എന്ന് പറയാം. അതാ റാത്തീബ്, പതിവായി ചൊല്ലേണ്ടത്. അപ്പോൾ ഓരോ ത്വരീഖത്തിന് വ്യത്യാസം ഉണ്ടാവും. ചിലതിന് ശക്തമായ പരീക്ഷണങ്ങളായിരിക്കും. റിയാദകൾ എന്നാണ് ഒരു പറയാം. റിയാദ ട്രെയിനിങ്ങുകൾ, അത് ഓരോ ത്വരീഖത്തിലും ഓരോ കോലത്തെ റിയാദകൾ. ആ റിയാദകളൊക്കെ ചെയ്യാൻ തയ്യാറായി ഷെയ്ഖിൻ്റെ മുമ്പിൽ മയ്യിത്തിനെ പോലെ കിടന്നുകൊടുത്ത് എന്തിനും ഏതും റെഡിയായി അവൻ മുന്നോട്ട് പോകണം. മൊഹീദ്ദീൻ ഷെയ്ഖായി വരുന്ന കാലത്ത് മൂപ്പനും ഈ ട്രെയിനിങ് ആയിട്ട് വന്ന ആളാണ്, റിയാദ ആയിട്ട് വന്ന ആളാണ്. ഷെയ്ഖിൻ്റെ റിയാദ വ്യത്യസ്ത രൂപത്തിലായിരുന്നു. ഷെയ്ഖ് നടന്നു പോകുമ്പോൾ വരുന്ന വഴിക്ക് വേറെ ആളിങ്ങനെ വരുന്നുണ്ട്, അവിടുന്ന് കണ്ട്. അപ്പോൾ അത് അതിലും വലിയ ഷെയ്ഖാണ്. ഇദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വഴി വെച്ച് കണ്ടുമുട്ടി, സലാം പറഞ്ഞു, വർത്താനൊക്കെ പറഞ്ഞു. ഇവിടെ നിൽക്കിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ നിർത്തിയിട്ടാണ്ട് പോയി. അവിടെ നിന്നു. ഇയാൾ വരുന്നില്ല. സമയം കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, മറ്റാൾ വരുന്നില്ല. അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞതല്ലേ. നേരം വെളുത്തു, പിറ്റേന്നായി, അതിന് പിറ്റേന്നായി, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, മറ്റാൾ വരുന്നില്ല. ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. കാരണം നിൽക്കാൻ പറഞ്ഞാൽ അവിടെ ഇതാ ട്രെയിനിങ്. ഓൻ നിൽക്കുമെന്ന് നോക്കുക, എന്നാലേ ഓന് പ്രമോഷൻ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അതേ ഡേറ്റ്, ഉദാഹരണം ഇന്ന് പതുൽക്കാഴ്ച 28 അന്ന് ഉച്ചക്ക് നിർത്തിപ്പോയതാണെങ്കിൽ അടുത്ത ദുൽക്കാഴ്ച 28 ഉച്ചക്കുണ്ട് ഇയാളിങ്ങനെ വരണേ. അപ്പം അതേ സമയത്താണല്ലോ നിങ്ങളിവിടെ നിൽക്കുന്നില്ലേ, സാരല്ല, വർത്താനൊക്കെ പറഞ്ഞു, നിൽക്കില്ല ഞാൻ വരാറ്. ഇയാൾ പോയി. പിന്നെ വന്നത് അടുത്ത കൊല്ലം അതേ ഡേറ്റിനാണ്. അപ്പോഴേ കൊല്ലം 2ആയി. ആ നൃത്തം നിൽക്കുക അവിടെ. എനിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, നിസ്കാരമില്ല, നോമ്പില്ല. കാരണം മറ്റേ നിർത്തിപ്പോയതാണ്. അതറിയാല. അല്ല ഇനിയിപ്പോൾ നിർത്തിയപ്പോൾ എനിക്ക് നിസ്കരിക്കേണ്ട ചോദിച്ചാലോ, ഔട്ടായി. ടെസ്റ്റിന് പാസ്സാവില്ല, ഫെയിലായി. അന്നും നിർത്തിപ്പോയി. പിന്നെ വന്ന അടുത്ത കൊല്ലമാണ്. അപ്പോഴേ കൊല്ലം 3ആയി. അപ്പോഴും ഷെയ്ഖ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പാസ്സായി. ഓക്കെ, കറക്റ്റ്, റെഡി, പ്രമോഷൻ സെറ്റായി. അതാ മുഹീദ്ദീന്മാരെ കാണാം. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു കാലം നിന്നിട്ട് ഒരു ഖത്തം തീർത്തു. അതിന് ഒരു ടെസ്റ്റ്. ഒറ്റക്കാലം നിന്നിട്ട് ഖുർആൻ ഫുള്ള് ഓതാൻ, അത് സിമ്പിളായിട്ട് പാസ്സായി. രണ്ടാമത് ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് 3 കൊല്ലം കാത്തുനിന്നു, അതിലും പാസ്സായി. അല്ല, മൊയ്തീൻ ഷെയ്ഖ് വെറുതല്ല മൊയ്തീൻ ഷെയ്ഖായത്. മറ്റാരും എത്താത്ത മർത്തബയ്ക്ക് അദ്ദേഹം എത്തി. കുത്തുബുൽ അഖ്താബ്. ഒരു നൂറ്റാണ്ടിൽ ഒരു കുത്തുബുണ്ടാവുന്ന സൂഫിൻ്റെ വിശ്വാസം. ഇപ്പോൾ കുറേ ഉണ്ട് ഈ നൂറ്റാണ്ടിൽ. എറണാകുളത്തിലെ കുത്തുബ്, ഇവിടെ വേറെ കുത്തുബ്, അങ്ങേപ്പുറത്ത് വേറെ കുത്തുബ്. ഇപ്പം കുത്തുബിനെ കൊണ്ട് ചെറിയ കളിയാണ് ആകെ. എല്ലാവരും കുത്തുബാകാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ കുത്തുബ് അല്ല കുത്തുബുസ്സമാൻ. കുത്തുബ് എന്നാൽ അച്ചുതണ്ട് എന്നാണ്. ആ നൂറ്റാണ്ടിൽ ലോകം മൊത്തം കറങ്ങുക അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അല്ല കുത്തുബുസ്സമാൻ. അങ്ങനെ ഓരോ നൂറ്റാണ്ടിലും ഓരോ കുത്തുബ്, ലോകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഖിയാമത്ത് വരെ വരുന്ന എല്ലാ കുത്തുബുകളും സംഗമിച്ചാൽ അവരുടെ കുത്തുബ് അതാ കുത്തുബുൽ അഖ്താബ്, അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്. ആ പേര് പോലും തൗഹീദുള്ളവനെ പറയാൻ പറ്റൂല. ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ പേരിടുക, ഞാനതിനെ പേടിക്കണമെന്ന് പറയാ, അത് നടക്കൂല. നിങ്ങൾ പങ്കു ചേർത്തത് ഞാനെന്തിനു പേടിക്കണം ഇബ്രാഹിം ഇസ്ലാം ചോദിച്ചത്. നിങ്ങൾ ഓരോരുത്തരെ പങ്ക് കേൾക്കുക, ഇത് മറ്റേ ഷെയ്ഖാണ്, ഇത് ഈ ഷെയ്ഖാണ്, അത് മറ്റാളാണ്, ഇത് ഞാൻ പോലെ പേടിക്കാൻ നടക്കൂല എന്നാണ് ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു. എനിക്ക് അള്ളാഹിനെ പേടിക്കാൻ പറ്റുള്ളൂ എന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ ചോദിച്ച് പറഞ്ഞില്ലേ, ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ.
ഇതൊക്കെ നിങ്ങളെ വാപ്പായിട്ട് കുറേ പേരുന്നല്ലാതെ വേറെ എന്താ പടച്ചറപ്പ് ഒരു തെളിവും ഇറക്കിയിട്ടില്ല എന്ന് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് സൂറത്ത് യൂസുഫിൽ കാണാം. ഹിജ്റ 630 മരിച്ച സുൽത്താനുൽ ഉലമ എന്നറിയപ്പെടുന്ന ഇസ്ഹ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്, ലോകത്ത് ഒരു സാക്ഷാൽ സുൽത്താനുൽ ഉലമ ഉണ്ട്. ആ പേര് ഇപ്പോൾ കോപ്പിടിച്ചതാ മറ്റേ ചങ്ങാതി. സാക്ഷാൽ സുൽത്താനുൽ ഉലമ, മുഹയ്യിസ് സുന്ന, ഖാമിഉൽ ബിദ്അ, ബിദ്അത്തിന്റെ കണ്ഠകോടാരിയായ സുന്നത്തിനെ സജീവമാക്കിയ ഉലമാക്കളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്ഹ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് 1-ാം നമ്പർ അഹ്ലുസുന്നയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കുത്തുബ് സമാനും കുത്തുബുൽ അക്താബൊക്കെ കണ്ടമാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഈ ആയത്തൊന്നിട്ടാണ് പ്രസംഗിച്ചത്. ഇൻഹ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. നിങ്ങളെ വാപ്പാലിട്ട പേര് എന്നല്ലാതെ വേറെ എന്ത് കുത്തുബാടോ എന്ന് അദ്ദേഹം അന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അതിനു മാത്രം ഒരു കൊച്ചു കൃതി റിസാല തന്നെ അദ്ദേഹം അതിനു വേണ്ടി രചിക്കുക പോലും ചെയ്ത ആ കാലത്ത്. അതപ്പം ഇന്നുള്ളത്. അപ്പോൾ കുത്തുബുൽ അഖ്താബ് മുഹീദ്ദീൻ ഷെയ്ഖ് മാത്രമേ ലോകത്തുള്ളൂ. എന്താ കാണുന്നറിയോ? മറ്റാരും എത്താത്ത ചില സ്ഥലത്ത് ഷെയ്ഖ് എത്തിയിട്ടുണ്ട്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ചില ഹിദമകൾ ഷെയ്ഖിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കുത്തുബുൽ അഖ്താബ് ആയതാണ്. നബി തങ്ങൾ മിഅ്റാജ് യാത്ര പോയി. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കൊണ്ടുപോയി. അങ്ങനെ ആകാശങ്ങൾ കടന്ന് ബഹ്റുന്നൂറിലേക്ക് എത്തി. ബഹ്റുന്നൂറിലെത്തിയപ്പോൾ ജിബ്രീൽ സ്വലാം പറഞ്ഞു, ഇനി എനിക്ക് പോരാൻ പെർമിഷൻ ഇല്ല, എനിക്ക് ഇത്രേ പെർമിഷനുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പോരാൻ പെർമിഷൻ ഇല്ല, ഇനി നിങ്ങൾ പോയിക്കൊള്ളുക, പേടിക്കണ്ട, ധൈര്യമായി പോയിക്കോളി, അള്ളാഹുമായി സംസാരിക്കാൻ പോവുകയാണ്. മൗലൂദ് കിതാബ് കാണാം ആ കഥ. ബഹ്റുന്നൂറിലെത്തിയപ്പോൾ ജിബ്രീൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോ, എന്നെ ഒഴിവാക്കുക, പേടിക്കൊന്നും വേണ്ട, റബ്ബുമായി സംസാരിക്കാൻ പോവുകയാണ്. അപ്പം നബിതങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പോവുകയാണല്ലോ. നബിക്ക് അവിടെ ഒന്നും പരിചയമില്ല, വഴി അറിയില്ല. ജിബീലാണെങ്കിൽ നൃത്തം ചെയ്ത് എന്താ അപ്പം കാട്ട് അറിയില്ല, ഏതായാലും പോവുക. അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് പോയി സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ നബിതങ്ങളുടെ റൂട്ട് പേച്ചു. കാലൊന്ന് ചവിട്ട് തെറ്റിയതാണ്. ചവിട്ട് തെറ്റിയപ്പോൾ നബി നേരെ താഴത്തേക്ക് വീണതാണ് കഥ, സൂഫിൻ്റെ കഥ. സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് നബി തങ്ങൾ താഴോട്ട് വീഴാണ്. ജിബ്രീലില്ല, ആരുമില്ല നോക്കാൻ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഷോൾഡർ കാണിച്ചു കൊടുത്തു. ഒരു വീതം മുപ്പ ഷോൾഡറിൽ ചവിട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആരാപ്പത്? ഞാൻ മൊയ്തീൻ ഷെയ്ഖാണ്. അപ്പം മൊയ്തീൻ ഷെയ്ഖാണ്. എവിടുക്കാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് വർത്തമാനം പറയുമ്പോൾ ഞാൻ കൊണ്ടാക്കി തരാറ്. അങ്ങനെ നബിനെ കൊണ്ടുപോയി. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് നിന്ന് സിനഹർ നബിയോർക്ക് ഈർമാനമായോവർ അവരെ ചുമന്നെന്ന് ഖാബ ഖൗസൈനിയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങി തെളിന്തോവർ. സിദ്റത്തുൽ മുൻതഹയിൽ നബിയെ ചുമന്ന് നബിക്കെന്ന് ഏർമാനമായി വാഹനമായി മാറി നബിയെ കൊണ്ടുപോയി ഖാബ ഖൗസൈനി ഔ അദ്നാ എന്ന് പറഞ്ഞ മർത്തബയിൽ അള്ളാഹിനെ മുന്നിൽ കൊണ്ടേ നിർത്തിയിട്ട് പറഞ്ഞു, ഇനി എന്താ വെച്ചെങ്കിൽ പറഞ്ഞോട്, ഞാൻ പോവുകയാണ്. അപ്പം ഈ ഒരു മഹത്വം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇത് മൊയ്തീൻ ഷെയ്ഖിന് മാത്രം ചെയ്യാൻ കഴിഞ്ഞ സേവനമാണ്. അപ്പം നബി അന്നൊരു വരം കൊടുത്തു. ഏതായാലും ഒരു ആപൽഘട്ടത്തിൽ സഹായിച്ചതാണല്ലോ. അപ്പം എൻ്റെ കാല് നിൻ്റെ ചുമലിൽ തട്ടി, അത് ലോകത്ത് പറക്കില്ലല്ലോ. അതുകൊണ്ട് നിൻ്റെ കാല് ഇനി എല്ലാ ഉലാക്കന്മാരെയും ചുമതലുണ്ടാകും. ഇത് നബി കൊടുത്ത പ്രഖ്യാപന. അതാ കുത്തുബുൽ അഖ്താബ്. കുത്തുബിയത്ത് കാണാം. ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമിറ ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാബ്. ശൈഖേ, താങ്കൾ പ്രഖ്യാപിച്ചുവല്ലോ എൻ്റെ കാൽപാദം എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമതലയുണ്ടാകുമെന്ന്. നിങ്ങൾ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പ്രഖ്യാപിച്ച ആളാണല്ലോ. അപ്പം എല്ലാ ഔലിയാക്കന്മാരുടെയും ഷോൾഡറിൽ ചവിട്ടിക്കഴി നിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയ ഏക മനുഷ്യൻ ലോകത്ത് മുഹീദ്ദീൻ ഷെയ്ഖാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുത്തുബുൽ അഖ്താബായത്. അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്, അത് വേറായിക്കില്ല. എങ്ങനെ സഹോദരൻ നമ്മളിതൊക്കെ പറയാം? എന്ത് കുത്തുബുസ്സമാൻ, എന്ത് ഗൗസുൽ ആലം, എന്ത് കുത്തുബുൽ അഖ്താബ്. അതാണത്രേ ഇപ്പം സുന്നത്ത് ജമാഅത്ത്. അതാ ഞാൻ പറഞ്ഞത്, ഷിയാക്കൾ ഉണ്ടാക്കിയതിനേക്കാളും വലിയ
ഫിത്നയാണ്, വിപത്താണ് മുസ്ലിം ഉമ്മത്തിന് സൂഫികളെ കൊണ്ട് ത്വരീഖത്തെ കൊണ്ടുണ്ടായത്. ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും പെട്ടുപോയി അതിന്. അഹ്ലുസുന്നയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുവെന്ന് ആത്മാർത്ഥമായി വിചാരിച്ച പണ്ഡിതന്മാർ പോലും ഈ തസവുഫിന്റെ വഴിയെ പെട്ടുപോയി. നമ്മുടെ നാട്ടിൽ ആ തസവുഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സമസ്ത എന്ന സംഘടനയും ഉണ്ടായി. അവരുടെ ജാറങ്ങൾ. ഷിയാക്കൾക്കും സൂഫികൾക്കും ജാറങ്ങളുണ്ട്. ഷിയാക്കൾക്കും സൂഫികൾക്കും പദ്യങ്ങളും ഗദ്യങ്ങളുമായി ധാരാളമായ കൃതികൾ അവർക്കുണ്ട്. സൂഫികൾക്കും ഷിയാക്കൾക്കും അയിമ്മത്ത് എന്ന പേരിൽ ചില അപ്രമാദിത്വം കൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് മറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം. അത് അല്ലാഹ്ക്ക് മാത്രമൊന്നുമല്ല. അല്ല കഴിവ് കൊടുത്ത് വിശ്വസിച്ചാൽ മതി. ഷിയാക്കളുടെ വിശ്വാസം കല്ലിനെ പൂജിച്ചാലും മരത്തിനെ പൂജിച്ചാലും ശിർക്കാകണമെങ്കിൽ സ്വയം കഴിവുള്ള ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് ഷിയാക്കൾ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സൂഫി പറഞ്ഞത്. ഖാലിഖാന്ന് വിശ്വാസമല്ലേ, ഇലാഹാന്ന് വിശ്വാസമല്ലേ, ശിർക്കിൻ്റെ പ്രശ്നമേ ഇല്ല. അത് ഷിയാക്കളും പറഞ്ഞു. എല്ലാ കാലത്തും ഷിയാക്കൾ എഴുതി. ഇറാനിലെ ഖുമൈനി വരെയുള്ള ആളുകൾ ഇതേ വചനം, ഇതേ ആശയം, അതേ പദങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതാണ് സമസ്തന തൗഹീദ്. ഇലാഹാന്ന് വിശ്വാസമില്ലെങ്കിൽ ശിർക്കില്ല. ഫലം എന്താണ്ടായത്? ആളുകൾ ജീവിതത്തിലെ എന്തു പ്രശ്നങ്ങൾക്കും പടപ്പിലേക്ക് പോയി. നാട് മുഴുവൻ ജാറങ്ങളായി, നാട് മുഴുവൻ സിദ്ധന്മാരായി, ബീവിമാരായി, തങ്ങന്മാരായി, ഹോജാക്കന്മാരായി, ഉസ്താദുമാരായി. അവിടെ ചെന്ന് ആളുകൾ ക്യൂ നിൽക്കുന്നത് എന്തിന്? രോഗം ശിഫയാവാൻ, മുറാദ് ഹാസിലാവാൻ, കളഞ്ഞുപോയ വസ്തു കിട്ടാൻ, ജോലി ശരിയാവാൻ, വിവാഹം ശരിയാവാൻ, വിസ കിട്ടാൻ, അങ്ങനെ തുടങ്ങി എന്തേതു പ്രശ്നങ്ങൾക്കും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന അവസ്ഥ ഉണ്ടായി. ഇസ്ലാമിലുണ്ടോ അങ്ങനെ? നബി തങ്ങളുടെ പ്രാർത്ഥന, വലാ തക്കിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. റബ്ബേ, ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കുന്ന റബ്ബേന. ലോകത്തിൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്നല്ല, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല. ഒരു സെക്കൻഡ് സമയത്തേക്ക്, ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കുന്ന റബ്ബേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഇവിടെ ലോകത്തിൻ്റെ കാര്യം മൊത്തം കണ്ടോട് ചെയ്യുന്ന ആളുകളായി പലരും രംഗത്ത് വരുന്നു. ഈ കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ CM മടവൂർ എന്ന മനുഷ്യൻ മുദബ്ബിറുൽ ആലമാണ്, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഉസ്താദുമാര് പ്രസംഗിച്ചിട്ട് ഒരാളെങ്കിലും പറഞ്ഞോ ഉസ്താദെ അത് ശരിയല്ലോ, അത് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞോ? ഇല്ല. അതാ സൂഫിസത്തിൻ്റെ വിജയം, അതാ ഷിയാക്കളുടെ വിജയം. ഈ കുണ്ടോട്ട് ഷിയാക്കളുടെ കേന്ദ്രമായി ഇന്ന് ഔദ്യോഗികമായി മാറിക്കഴിഞ്ഞു. സൂഫി മാത്രമല്ല, തസവുഫ് മാത്രമല്ല, ഔദ്യോഗികമായി ഷിയാക്കളുടെ കേന്ദ്രമായി കുണ്ടോട്ടി മാറി. ഒരേക്കർ സ്ഥലം വരെ വഖഫ് കിട്ടി ഷിയാക്കൾക്ക്. അവിടെ ഷിയ കേന്ദ്രമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കുണ്ടോട്ടിയിൽ. ഒരേക്കർ ഭൂമി ഒരു മുസ്ലിമായ ഹാജിയാര് വഖഫായി കൊടുത്തു. ഹാജിയുടെ വിശ്വാസം പക്ഷേ ഇത് നല്ല ദീനായിരിക്കാം. അവിടെ ഷിയ ആസ്ഥാനം ഉണർന്നു വരാൻ പോകുന്നു അടുത്ത കാലത്ത് തന്നെ. എല്ലാ ഷിയാത്തിൻ്റെയും കേന്ദ്രമായി അത് മാറുകയാണ്. ത്വരീഖത്തിൻ്റെ കേന്ദ്രമായി ഈ കുണ്ടോട്ടി പണ്ടേ ഉണ്ട്. മുഹമ്മദ് ഷാ വലിയുള്ള ശുദ്ധ ഷിയയാണ്, അള്ളാഹിൻ്റെ വലിയല്ല. അള്ളാഹിൻ്റെ വലിയല്ല, ഒരു സംശയം വേണ്ട. ഒറിജിനൽ ഷിയയാണ്. ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ അഖീദ തകർക്കാൻ, മുസ്ലിമീനെ പിഴപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഷിയാക്കളെ ഇറക്കുമതി ചെയ്ത് ഇവിടെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നതാണ് മുഹമ്മദ് ഷാ. അയാൾ വലിയൊന്നല്ല, അയാൾ അഹ്ലുസുന്നയല്ല, അയാൾ സുന്നിയല്ല, ഒറിജിനൽ ഷിയയാണ്. ആ വഴിയിലേക്കാണ് പിന്നെ ബാക്കിയെല്ലാം വന്നത്. അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ കുണ്ടോട്ടി നേർച്ച പോലെ, കുണ്ടോട്ടി കുബ്ബ പോലെ, കുണ്ടോട്ടി ജാറം പോലെ ഒക്കെ ഷിയ കേന്ദ്രങ്ങളാണ്, ഷിയായിസത്തിൻ്റെ ആസ്ഥാനങ്ങളാണ്. ഇന്നത്തെ ഔദ്യോഗികമായ ആസ്ഥാനം കുണ്ടോട്ടി ടൗണിലെ ദേശപ്പുറത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം വന്ന് കൂടുന്നത് പേര് ത്വരീഖത്തുനിന്നായിരിക്കാം. അത് ന്യായീകരിക്കാൻ, അത് തെളിവുണ്ടാക്കാൻ ചില ഉസ്താദുമാർ മുമ്പിലുണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ദീനല്ല, അഹ്ലുസുന്നയല്ല. അഹ്ലുസുന്നയെ തൻ്റെ നിലപാടായി സ്വീകരിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തനിക്കെല്ലാം തൻ്റെ റബ്ബാണ്. പടപ്പിലേക്ക് ഒന്നുമില്ല, ഒരർത്ഥത്തിലും നബിതങ്ങളുമായി ചില സ്വഹാബിമാർ ബൈഅത്ത് ചെയ്തു. എന്ത്? ഒരാളോടും ഒന്നും ചോദിക്കുകയില്ല, ഒരാളോടും ഒന്നും ചോദിക്കുകയില്ലാതെ ബൈഅത്ത് ചെയ്ത സ്വഹാബിമാരുണ്ട്. എല്ലാവരുമല്ല, കുറച്ച് സ്വഹാബിയാണ്. എന്താ പ്രതിജ്ഞ? ഒരു പടപ്പിനോടും ഒന്നും ചോദിക്കൂല, അനുവദനീയമായ കാര്യമൊന്നും ചോദിക്കൂല.
നമ്മളിപ്പോൾ 10 രൂപ കടം ചോദിക്കൂലേ, അതും കൂടി ചോദിക്കൂല. വെള്ളം ചോദിക്കുന്നു, ഭക്ഷണം ചോദിക്കുന്നു, ഒന്നും ചോദിക്കില്ല. ഒരു പടപ്പിനോടും യാതൊരു ചോദ്യവുമില്ല എന്ന് നബിയുമായി കരാർ ചെയ്ത ചില സ്വഹാബിമാരുണ്ടായിരുന്നു. അവർ ജീവിതകാലം മുഴുവൻ അത് പാലിച്ചു. എന്നാൽ അവരെക്കുറിച്ച് പിന്നീട് കാണാം, അവർ കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തൻ്റെ വടി താഴോട്ട് വീണാൽ ആ വടി എടുക്കാൻ പോലും ഒരാളുടെ പറയില്ല എന്നാണ്. അവരെന്നെ ഇറങ്ങി വടിയെടുത്ത് വീണ്ടും കയറുന്നു. അതൊന്നും എടുക്കുമെന്ന് ചോദിക്കൂല. കാരണം എന്താ? ഒരു പഠിപ്പിനോട് ചോദ്യമില്ല എന്ന് നബിക്ക് കരാർ കൊടുത്താളാണ്. അതാണ് അഹ്ലുസുന്നയെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി.